Hi all, welcome to your first audit class. So objectives of this class will be discussing SA or ISA 315 and 330. സി ഇന്റർമീഡിയറ്റിലേക്ക് വരാണെങ്കിൽ ഇത് തേർഡ് ചാപ്റ്റർ ആണ്. ഇത് ഈക്വലി ആപ്ലിക്കബിൾ ഫോർ ACCA ഓർ CPA സ്റ്റുഡൻസ്. എല്ലാ ഓഡിറ്റിന്റെയും ബേസിക് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ചാപ്റ്റർ ആണത്. കാരണം ഇതിൽ നിന്ന് കണ്ടിന്യൂഷൻ ആയിട്ടാണ് ബാക്കിയുള്ള എല്ലാ സ്റ്റാൻഡേർഡ്സിലേക്ക് പോണേ. യൂഷ്വലി നമ്മൾ സ്റ്റുഡൻസിൽ കാണാറുള്ളത് ഇതിന്റെ എക്സാക്ട് മീനിങ് എന്താണ്, ഇതിന്റെ ക്രക്സ് എന്താണെന്ന് മനസ്സിലാക്കാനാണ് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതലും ഇഷ്യൂസ് നമ്മൾ കണ്ടിട്ടുള്ളത്. സോ നമ്മൾ അത് അപ്രോച്ച് ചെയ്തിട്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് ഫ്രെയിം ചെയ്തേക്കണേ. സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്സും എക്സാമ്പിൾസും വെച്ചിട്ട് എന്താണ് ഈ സ്റ്റാൻഡേർഡ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ബിഫോർ സ്റ്റാർട്ടിങ് ദ കോർ കൺസെപ്റ്റ്, ആദ്യം എന്താണ് ഓഡിറ്റ് എന്ന് മനസ്സിലാക്കാം. സോ നമ്മളൊരു ബാലൻസ് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് മാനേജ്മെന്റ് ആയിരിക്കും പ്രിപ്പയർ ചെയ്യണേ ഒരു കമ്പനിയുടെ. അവരല്ലോ ഡേ ടു ഡേ കാര്യങ്ങളാണ് നോക്കുന്നത്. യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ആരാണ്? ഷെയർ ഹോൾഡേഴ്സ്, ഇല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ലെൻഡേഴ്സ്, ആര് വേണമെങ്കിലും ആവാം, ഗവൺമെന്റ്. ഇവർക്കെല്ലാം കമ്പനിയുടെ ആക്ച്വൽ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താ, പെർഫോമൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യും. ബട്ട് അവർക്കൊരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരാൾ വന്ന് ഇത് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ദേ വിൽ ബി കോൺഫിഡൻസ്. സോ അതിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ യൂഷ്വലി മിസ്റ്റേറ്റ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിരിക്കും ഇത് അപ്രോച്ച് ചെയ്യുന്നത്. സോ യൂഷ്വലി മിസ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഫിനാൻഷ്യൽ അസറ്റ്സ് ലയബിലിറ്റീസ് കൂട്ടി കാണിക്കാം, ഓർ ഇത് കുറച്ച് കാണിക്കാം. ഇതൊക്കെയാണ് പോസിബിലിറ്റീസ് വരുന്നത്. സോ ഓഡിറ്റ് മീൻസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടു ഫൈൻഡ് എനി മിസ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ ഇതിൽ ഉപയോഗിക്കാൻ പോകുന്ന ഒരു അപ്രോച്ച് റിസ്ക് ബേസ്ഡ് അപ്രോച്ച് ആയിരിക്കും. മീൻസ് നമ്മൾ എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എവിടെയാണ് കൂടുതൽ റിസ്ക്, അതിലേക്ക് നമ്മൾ കൂടുതൽ എഫേർട്ട് കൊടുത്ത് അതനുസരിച്ച് നമ്മൾ ഓഡിറ്റിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ അപ്രോച്ച് പറയുന്നത്. ഇതായിരിക്കും നമ്മൾ കൂടുതൽ SA 315 330 കാണാൻ പോകുന്നത്. സോ റിസ്ക് ബേസ്ഡ് ഓഡിറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കോർ കൺസെപ്റ്റ് ആണ് ഇൻഹെറന്റ് റിസ്ക്. സോ ഇൻഹെറന്റ് റിസ്ക് മീൻസ് ഒരു ബാലൻസ് ഷീറ്റോ P&L എടുക്കുകയാണെങ്കിൽ അതിൽ പല പല ലൈൻ ഐറ്റംസ് ഉണ്ടാവും. പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെന്റ്സ് ഉണ്ടാവും, ഇൻവെന്ററി ഉണ്ടാവാം, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവാം, ലൈബിലിറ്റി സൈഡിൽ ഇക്വിറ്റി, ലോൺ. ഈ ഓരോ ഐറ്റം തെറ്റാനുള്ള ചാൻസ് സെയിം അല്ല. കാരണം ഓഡിറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റാൻ ചാൻസ് ഉള്ള ഏരിയയിലേക്കല്ല ഫോക്കസ് ചെയ്യണ്ടേ. അപ്പോൾ അതിനെ ഓരോ ഏരിയയിലും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഡിഫറെൻ്റ് ആവാൻ കാരണം ഇൻഹെറൻ്റ് ആയിട്ട് വരുന്ന റിസ്കുകൾ ബിക്കോസ് ഓഫ് സം റീസൺസ് വിൽ ബി ഡിഫറെൻറ്റ്. ഇപ്പം നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇതൊരു എയർ സ്പേസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഈ കമ്പനിയിൽ 4 ലൈൻ ഐറ്റംസ് ഉള്ളൂ: അക്കൗണ്ട്സ് റിസീവബിൾ, ഇൻവെന്ററി, ലോൺ. നമ്മൾ ഇൻഹെറന്റ് റിസ്കുകളെ ഓൾറെഡി ഞാൻ ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ് ഹൈ, മീഡിയം, യെല്ലോ, ഗ്രീൻ ലോ. എന്തുകൊണ്ട് ഞാനിതിങ്ങനെ മാർക്ക് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്കൗണ്ട്സ് റിസീവബിൾ നോക്കുന്ന സമയത്ത് കിങ്ഫിഷർ എയർലൈൻസിൽ നിന്ന് കിട്ടാനുള്ളത് ഇതൊരു പൊട്ടിപ്പോയ കമ്പനിയാണ്. അപ്പോൾ ഇനി അത് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് വളരെ ഡൗട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു ഓഡിറ്റർ നോക്കുന്ന സമയത്ത് ഇത് കിട്ടാണ്ടിരിക്കാൻ വളരെ ചാൻസ്. കിട്ടിയില്ലെങ്കിൽ അർത്ഥം എൻ്റെ വാല്യൂ 0 അല്ലേ കൊടുക്കണ്ടേ, അത് നേരെ റൈറ്റ് ഓഫ് ചെയ്ത് കളയണമായിരുന്നു P&L. പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അത് തെറ്റാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ബിക്കോസ് ഓഫ് ദ കസ്റ്റമർ നേച്ചർ. നെക്സ്റ്റ് വൺ, അതിൻ്റെ ഇൻവെന്ററി നോക്കുന്ന സമയത്ത് ഇതൊരു എയർലൈൻ ഫ്യൂവൽ സെയിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. എയർലൈൻസുകൾക്ക് ഫ്യൂവൽ സെയിൽ ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ഇൻവെന്ററിയുടെ പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് മാറും. നമ്മൾ ഇൻവെന്ററി എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് അക്കൗണ്ടിങ് റൂൾസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കും. ഇറ്റ്സ് കോസ്റ്റ് ഓർ നെറ്റ് റിയലൈസബിൾ വാല്യൂ വിച്ച് എവർ ഈസ് ലോവർ. സോ ഇവിടുത്തെ കേസിൽ നെറ്റ് റിയലൈസബിൾ വാല്യൂ ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ആവുന്നതിൻ്റെ സ്ഥിതിക്ക് നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, 31st മാർച്ചിൽ ഇനി ഏതെങ്കിലും ഫ്യൂവലിന് നെറ്റ് റിയലൈസബിൾ വാല്യൂ കുറവായിരുന്നിട്ടുണ്ടോ. കാരണം നമ്മളിപ്പോൾ ചില ടൈപ്പ് ഓഫ് ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടിച്ച് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂക്കും താഴെയില്ല, കൂടെ ഉള്ളൂ. അപ്പോൾ അവിടെ ഇങ്ങനത്തെ റിസ്കുകളൊന്നും കാണാൻ പറ്റില്ല. ബട്ട് ഈ ഒരു കമ്പനിയിൽ നമുക്ക് ഇൻവെന്ററിയുടെ പ്രൈസ് ഭയങ്കരമായിട്ട് താഴേക്കും മുകളിലേക്കും പോകുന്നതിന്റെ പേരിൽ NRV റിസ്ക് കൂടുതലായിരിക്കും. പിന്നെ ഒരു ഇന്ത്യൻ ബാങ്കിൻ്റെ നിന്ന് ലോൺ ഉണ്ട്. പൊതുവെ ലോണുകൾക്ക് അധികം മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഇല്ല. കാരണം ഒരു സ്റ്റേറ്റ്മെന്റ് പ്രകാരം നേരെ നോക്കിയും കഴിഞ്ഞാൽ മതി. സബ്ജക്ടിവിറ്റിയോ കോംപ്ലക്സിറ്റിയോ കാര്യങ്ങളൊന്നുമില്ല ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ പേരിൽ നമ്മൾ ഒരു ലോ റിസ്ക് കൊടുത്തേക്കണം, അതൊരു ഇന്ത്യൻ ബാങ്കിൽ അതിന്റെ പേരിൽ. നൗ നമുക്ക് ഈ സെയിം ബാലൻസ് ഷീറ്റ് തന്നെ വേറൊരു ഇൻഡസ്ട്രിയിലും വേറൊരു കമ്പനിയിലേക്കും വരുമ്പോൾ എന്തായിരിക്കും ഇൻഹെറന്റ് റിസ്ക് നോക്കാം. സെയിം ബാലൻസ് ഷീറ്റ് തന്നെ ഒരു ഓട്ടോമൊബൈൽ ഡീലർഷിപ്പ് പോലുള്ളൊരു കമ്പനിയാണ്. അവർ കാറാ സെയിൽ ചെയ്യുന്നത്. ഒരു താർ എന്ന് പറയുന്ന കാർ മോഡലാണ് അവർ സെല് ചെയ്യുന്നത്. ഇവിടുത്തെ കേസിൽ അക്കൗണ്ട്സ് റിസീവബിൾ സെയിം എമൗണ്ട് ആണ്, പക്ഷെ കിട്ടാനുള്ളത് ഒരു ലുലു ഇന്റർനാഷണൽ എന്ന കമ്പനിയുടെ നിന്നാണ്. ബട്ട് നൗ ലുലു ഇന്റർനാഷണൽ ഒരു റെപ്യൂട്ടഡ് ഉള്ള കമ്പനിയാണ്. സോ അതിന്റെ പേരിൽ നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് റിക്കവറബിലിറ്റി റിസ്ക് ഒന്നും കാണില്ല. കാർ ഇൻവെന്ററി നെറ്റ് റിയലൈസബിൾ വാല്യൂ നോക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ എന്താ, ഈ വണ്ടിയൊക്കെ മാർക്കറ്റിൽ തന്നെ ഭയങ്കര കിട്ടാൻ ഡിമാൻഡ് ഉള്ള ഒരു വണ്ടിയാണ്. അതിന്റെ പേരിൽ എപ്പോഴും അതിന്റെ വാല്യൂ എപ്പോഴും കോസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഓഡിറ്റർ ഓഡിറ്റ് ചെയ്യുന്ന സമയത്തും ഈ ഒരു ഇഷ്യൂ അയാൾ കാണില്ല. ഇതെപ്പോഴും മിനിമം നെറ്റ് റിയലൈസബിൾ വാല്യൂ ഉണ്ടാവും എന്നുള്ളൊരു ഗ്യാരണ്ടി വിളിക്കുന്നുണ്ട്. നൗ ലോണിലേക്ക് പോകുന്ന സമയത്ത് അവിടെ ഇന്ത്യൻ ബാങ്ക് ആയിരുന്നു, ഇവിടെ ഫോറിൻ ബാങ്കാണ്. സോ ബിക്കോസ് ഓഫ് ദിസ്
അവിടെ നമ്മൾ ചെറിയൊരു ഇഷ്യൂ കാണിക്കും. കാരണം നമുക്ക് ആ ബാങ്ക് ഉണ്ടോ എന്ന് അറിയില്ല. പിന്നെ ഫോറക്സ് ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം നമ്മളതിൻ്റെ പേരിൽ കൺവേർഷൻ റിസ്കുകൾ വരും. അപ്പം എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഇൻഡസ്ട്രിയോ എൻവയോൺമെന്റോ കസ്റ്റമേഴ്സോ നേച്ചർ ഓഫ് ബിസിനസ്സോ മാറുന്നതിനനുസരിച്ചിട്ട് ഓരോ ഏരിയയിലും റിസ്ക് മാറും. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ റിസ്ക് ഇപ്പോൾ ആദ്യത്തെ കമ്പനി ഞാൻ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട്സ് റിസീവബിൾ ആയിരിക്കും ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ റിസ്ക് മാർക്ക് എടുക്കുന്നത്. രണ്ടാമത്തെ കമ്പനി നോക്കുന്ന സമയത്ത് അവിടെ അക്കൗണ്ട്സ് റിസീവബിൾ അധികം ടെസ്റ്റ് ചെയ്യില്ല. ഞാൻ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ലോൺ ആയിരിക്കും. അപ്പോൾ ഞാൻ അത് ഈ ഇവിടെ കൺസിഡർ ചെയ്തേക്കുന്ന മാറ്റർ ഇൻഹെറന്റ് റിസ്ക് ആണ്. ഇൻഹെറന്റ് റിസ്കിലൂടെ ഓരോരോ ഏരിയയിൽ വരുന്ന റിസ്കുകൾ ഞാൻ കണ്ടുപിടിക്കും. സോ ഇവിടുത്തെ കേസിൽ നോൺ റിക്കവറബിലിറ്റി റിസ്ക് അതിൻ്റെ പേരിൽ അക്കൗണ്ട്സിബിൾ കുറച്ചു, NRV ആൻഡ് ഫോറസ്റ്റ് റിസ്ക്. സോ ഇങ്ങനെയായിരിക്കും നമ്മൾ ഇൻഹെറന്റ് റിസ്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മൾ ഇൻഹെറന്റ് റിസ്കിന്റെ ഡെഫിനിഷനിലേക്ക് പോവുകയാണെങ്കിൽ ഇൻഹെറന്റ് റിസ്ക് മീൻസ് സസെപ്റ്റബിലിറ്റി ടു എ മിസ്സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ എത്രത്തോളം സസ്പെക്ട് ചെയ്യുന്നുണ്ട് ആ പർട്ടിക്കുലർ ഏരിയ. ഒരു ബാലൻസ് ഷീറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെന്റ് തെറ്റാനും ഒരു ഇൻവെന്ററി തെറ്റാനും നിങ്ങൾ ഒരേ രീതിയിലല്ല സസ്പെക്ട് ചെയ്യുക. കാരണം ചില ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ ഭയങ്കര കോംപ്ലക്സിറ്റിയോ സബ്ജക്ടിവിറ്റി ഒക്കെ ഇൻവോൾവ് ആകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന്റെ ഒരു നേച്ചർ അനുസരിച്ചിട്ട് തെറ്റാൻ ചാൻസ് ഉണ്ടാവും. സോ അതിനാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എപ്പോഴും ബിഫോർ എനി കൺട്രോളിനെ പറയുള്ളൂ. കാരണം കൺട്രോളിനെ കുറിച്ചൊന്നും നമ്മളോട് സംസാരിക്കുന്നില്ല. അത് ലേറ്റർ ഓൺ നമ്മൾ ഈ ഇൻഹെറന്റ് റിസ്ക് കുറയ്ക്കാൻ വേണ്ടി മാനേജ്മെന്റ് കൊണ്ടുവന്ന പ്രോസസ്സുകളാണ്. അത് തെറ്റാതിരിക്കാൻ ഓക്കെ. ബട്ട് ഇത് ബിഫോർ എനി കൺട്രോൾ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് എൻറ്റിറ്റി ഓർ എൻവയോൺമെന്റിൽ നിന്ന് വരുന്നതാണ്. സോ എൻവയോൺമെന്റ് ആൻഡ് എൻറ്റിറ്റി ആണ് ഇത് ഡിറൈവ് ആവുന്ന രണ്ട് ഫാക്ടേഴ്സ്. എൻവയോൺമെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾസിനെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഇൻഡസ്ട്രി, ഇപ്പോൾ ചില ഇൻവെന്ററികൾക്ക് ഹൈ റിസ്ക് ആയിരിക്കും സം ഇൻഡസ്ട്രി. നമ്മൾ പറഞ്ഞ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ വണ്ടികളെല്ലാം നേരത്തെ ബുക്ക് ചെയ്തിട്ടായിരിക്കും ആൾക്കാർ മേടിക്കുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ഡിമാൻഡ് എപ്പോഴും ഭയങ്കര കൂടുതലായിരിക്കും വണ്ടികൾക്ക്. കാരണം കിട്ടാൻ പാടാ അതിന്റെ പേരിൽ. അപ്പോൾ അവിടെ എപ്പോഴും നെറ്റ് റിയലൈസബിൾ വാല്യൂ കൂടുതലായിരിക്കും. ബട്ട് ഒരു ഗോൾഡ് ബിസിനസ്സിലേക്കൊക്കെ വരുന്ന സമയത്ത് വൺസ് നമ്മളത് മേടിച്ച് കഴിഞ്ഞാൽ മേ ബി ബിക്കോസ് ഓഫ് സം റീസൺസ് അതിന്റെ വാല്യൂ പെട്ടെന്ന് വേണമെങ്കിൽ കുറഞ്ഞു വരാം. അങ്ങനെയാണെങ്കിൽ അത് റൈറ്റ് ഓഫ് ചെയ്യണം. അപ്പോൾ അത് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ മിസ്റ്റേക്ക് 31 മാർച്ച് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും കോസ്റ്റും നെറ്റ് റിയലൈസബിൾ വാല്യൂ കമ്പയർ ചെയ്യണം. അപ്പോൾ അവിടെ ഒരു കോംപ്ലക്സിറ്റി എപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ പേരിൽ അതിന് ഹൈ റിസ്ക് ആവാം. പിന്നെ കോമ്പറ്റീഷൻ, ചില ഇൻഡസ്ട്രിയിൽ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. കോമ്പറ്റീഷൻ കൂടുമ്പോൾ മാനേജ്മെന്റിന് പ്രഷർ വരും. അവരെന്ത് ചെയ്യും, ഫിനാൻഷ്യൽ പെർഫോമൻസ് കൂട്ടി കാണിക്കാൻ നോക്കും. അതിന് സപ്പോസ് അവരുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് അത്ര ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്യും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പോൾ കോമ്പറ്റീഷൻ കൂടുമ്പോൾ ഈച്ച് ഏരിയ ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫ്രോഡ് വഴി തെറ്റിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബിസിനസ് റിസ്ക്, നമ്മളിപ്പോൾ റീസെന്റ് ഇറങ്ങിയിരിക്കുന്ന സാംസങ്ങിന്റെ ഒക്കെ ഫോണുകളിൽ ഡിസ്പ്ലേ ഒക്കെ മാറ്റി പോകുന്ന ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പ്രൊഡക്റ്റ് ലയബിലിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് എക്സാമ്പിൾ എന്ന് പറയാം ഇത് തന്നെയാണ്. നമ്മൾ പ്രൊഡക്റ്റ് വർക്ക് ചെയ്യുന്നില്ല, അതിന്റെ പേരിൽ കമ്പനിക്ക് കസ്റ്റമേഴ്സിന് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു ലയബിലിറ്റി ബാലൻസ് ഷീറ്റിൽ അവർക്ക് റെക്കോർഡ് ചെയ്യണം ആസ് എ പ്രൊവിഷൻ. സോ അവിടെ ഭയങ്കര കോംപ്ലക്സിറ്റി ഉണ്ട്. അവർക്ക് അറിയില്ല എത്രത്തോളം ആൾക്കാർ ഫോൺ തിരിച്ചു കൊണ്ടുവരും, അത് എത്രത്തോളം ഫ്രീ ആയിട്ട് കൊടുക്കണം. ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ മേ ബി ചില കേസുകളിൽ അവർ മിസ്സായി പോകും ഒരു പ്രൊഡക്റ്റ് ലയബിലിറ്റി റെക്കോർഡ് ചെയ്യാനായിട്ട്. മേ ബി നെക്സ്റ്റ് ഇയറിലേക്ക് കടന്നു കഴിയുമ്പോഴായിരിക്കും ലാസ്റ്റ് ഇയറിൽ കൊടുത്തേക്കുന്ന ഏതെങ്കിലും ഇൻവെന്ററിയിൽ ഒരു പ്രൊഡക്റ്റ് ലയബിലിറ്റി വന്ന കാര്യം പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എൻവയോൺമെന്റിൽ നിന്നും കമ്പനിയുടെ ഇൻഡസ്ട്രിയിൽ നിന്നും കോമ്പറ്റീഷനിൽ നിന്നൊക്കെ വരുന്നതാണ്. ഇങ്ങനെയാണ് ഒരു സൈഡിൽ നിന്ന് ഇൻഹെറന്റ് റിസ്ക് വരാം. അപ്പുറത്തെ സൈഡിൽ നോക്കുന്ന സമയത്ത് എൻറ്റിറ്റിയുടെ ഓപ്പറേഷൻ കോംപ്ലക്സ് ആവുകയാണെങ്കിൽ കോംപ്ലക്സ് അക്കൗണ്ടിങ് എൻട്രിയും കാര്യങ്ങളും വരും. അതുവഴി തെറ്റാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓണർഷിപ്പ്, മാനേജ്മെന്റിന് ഇന്റഗ്രിറ്റി ഇല്ലെങ്കിൽ അതുവഴി മാനേജ്മെന്റ് ഫ്രോഡ് കാണിക്കാൻ നോക്കും. കാരണം മിസ്റ്റേറ്റ്മെന്റ്സ് എപ്പോഴും രണ്ട് രീതിയിലാണ് വരാം, എറർ ഓർ ഫ്രോഡ്. ഇവിടെ ഫ്രോഡ് ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ഓണർഷിപ്പിന് ഇന്റഗ്രിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാകുമ്പോഴാണ്. മാനേജ്മെന്റ് ഫ്രോഡ് അങ്ങനെ വരാം. ദെൻ ഇൻവെസ്റ്റ്മെന്റ്സ്, നമ്മൾ അസറ്റ് സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് അക്കൗണ്ട് ചെയ്യാൻ ഇച്ചിരി പാടുള്ള ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ ക്രിപ്റ്റോ കറൻസി ഒക്കെ ആണെങ്കിൽ ഇച്ചിരി ഒരു വാല്യുവേഷൻ റൂൾസ് ഒന്നും അധികം ഇതുവരെ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്റെ പേരിൽ അത് തെറ്റാനുള്ള ചാൻസും കൂടുതലായിരിക്കും. പിന്നെ ഹൗ എൻറ്റിറ്റി മെഷേഴ്സ് പെർഫോമൻസ്, ലൈക്ക് ഓരോ എൻറ്റിറ്റിയിലും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നത് പല രീതിയാണ്. സപ്പോസ് നിങ്ങളുടെ കമ്പനി എല്ലാ മാസവും ബോർഡെല്ലാം വന്ന് ബോർഡ് മീറ്റിംഗ് കൂടി എല്ലാ മാസവും കമ്പനിയുടെ റിസൾട്ട്സ് നോക്കാണ്. പ്രോഫിറ്റ് കുറവാണെങ്കിൽ മാനേജ്മെന്റിനെ പ്രഷറൈസ് ചെയ്യുകയാണെങ്കിൽ യൂഷ്വലി അവിടെ ഈവൻ ദോ കമ്പനി ആവറേജ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് ഹൈ പ്രഷർ ആയിരിക്കും എങ്ങനെയെങ്കിലും പ്രോഫിറ്റ് കൂട്ടി കാണിക്കാൻ. സപ്പോസ് കമ്പനി അതനുസരിച്ചിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അത് എന്ത് ചെയ്യും, ഈസിയസ്റ്റ് വേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാനിപ്പുലേറ്റ് ചെയ്യുക. സോ ഈ ഒരു റിസ്ക് അവിടെ കൂടുതലായിരിക്കും. ബട്ട് അപ്പുറത്തെ കമ്പനിയിൽ ഇച്ചിരി പെർഫോമൻസ് മെഷേഴ്സ് കുറവായിട്ടുള്ള, വല്ലപ്പോഴും ഓണേഴ്സ് വരുന്നു, വല്ലപ്പോഴും റിസൾട്ട്സ് നോക്കുന്നു, അവിടെ മാനേജ്മെന്റിനും പ്രഷർ കുറവായിരിക്കും ടു മാനിപ്പുലേറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. സോ നൗ വൈ കമ്മിങ് ടു ദ കൺട്രോൾസ്, എന്താണ് ഇന്റേണൽ കൺട്രോൾ എന്ന് മനസ്സിലാക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് വാട്ട് ഈസ് എൻ ഇൻഹെറന്റ് റിസ്ക്. സോ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾസ് പോലെ തന്നെ ഓരോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഏരിയ ബിക്കോസ് ഓഫ് സം ഇൻഹെറന്റ് നേച്ചർ തെറ്റാനുള്ള ചാൻസസിന്
ചാൻസസിനാണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് പറയുന്നത്. അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് നമുക്കും ചെയ്യാനില്ല. ബിക്കോസ് ഓഫ് ദ നേച്ചർ ഓഫ് ദ എൻറ്റിറ്റി, ബിക്കോസ് ഓഫ് ദ കമ്പനി, അത് ഓൾവേസ് അവിടെ ഉണ്ട്. ഇനി അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് കുറെ പ്രോസസ്സുകൾ കൊണ്ടുവന്നു. ദാറ്റ് ഇസ് ഇന്റേണൽ കൺട്രോൾ. അപ്പോൾ റൂട്ട് കോസ് കണ്ടുപിടിക്കാം. ഒരു മേ ബി ഒരു പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെന്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ യൂഷ്വലി തെറ്റാൻ ഡിപ്രിസിയേഷൻ ആയിരിക്കും തെറ്റണേ. അപ്പോൾ അത് തെറ്റാണ്ടിരിക്കാൻ വേണ്ടി മൾട്ടിപ്പിൾ ലെവൽ ഓഫ് ചെക്കിങ് കൊണ്ടുവരാം. ഒരാൾ ചെക്ക് ചെയ്തത് മറ്റേ ആൾ റിവ്യൂ ചെയ്യാം. അപ്പം ഇതൊക്കെയാണ് യൂഷ്വലി കൺട്രോൾ എന്ന് പറയുന്നത്. സോ നമുക്ക് കൺട്രോളിനെ കുറച്ചുകൂടി കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. സോ ഒരു കമ്പനി എടുക്കാം, ഒരു ടി ലിമിറ്റഡ്, രാജ് സ്റ്റീൽ ലിമിറ്റഡ്. ഞാനൊരു ഓണറാണ്, എനിക്കൊരു കമ്പനി ഉണ്ട്, രാജ് സ്റ്റീൽ ലിമിറ്റഡ്. സോ ബിസിനസ് മോഡൽ സിമ്പിൾ ആണ്. കസ്റ്റമേഴ്സ് വന്ന് നമ്മൾ ചായ കുടിക്കണ പോലെ കസ്റ്റമേഴ്സ് വരുന്നു, ചായ മേടിക്കുന്നു, കാശ് കൊടുക്കുന്നു. ഈ കാശെല്ലാം ഒരു പെട്ടിയിലിട്ട് സൂക്ഷിച്ചു വെക്കുന്നു. അറ്റ് ദ എൻഡ്, ആ ഡേയുടെ അവസാനം ക്യാഷ് എണ്ണുന്നു. എത്ര ക്യാഷ് വന്നിട്ടുണ്ട് അതായിരിക്കും റവന്യൂ. കാരണം അവർ ഇതല്ലാണ്ട് വേറൊരു പ്രോപ്പർ റെക്കോർഡിങ്ങോ അതാത് സമയത്ത് ചായ വെക്കുമ്പോൾ റെക്കോർഡിങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. എന്താണ് ക്യാഷ് വന്നേക്കണം അതായിരിക്കും റവന്യൂ. ഇവിടുത്തെ റിസ്ക് എന്താണ്? ഇവിടുത്തെ ഫസ്റ്റ് റിസ്ക്, സപ്പോസ് ഞാൻ ഓണറാ, ഞാനല്ല അവിടെ വർക്ക് ചെയ്യുന്നത്, എൻ്റെ എംപ്ലോയീസ് ഒരു ദിവസം 10 ചായ കിട്ടിയിട്ടുണ്ടെങ്കിൽ മേ ബി അവർ 9 റെക്കോർഡ് ചെയ്യുള്ളൂ. ഒരു 10 രൂപ അവരെടുത്ത് അവരുടെ കിശ വെച്ച് ആരും അറിയില്ല. ആ 9 ആയിരിക്കും ബുക്ക് ചെയ്ത റവന്യൂ റെക്കോർഡ് ചെയ്യണേ. ആക്ച്വലി യഥാർത്ഥത്തിൽ റവന്യൂ ആ 9 ചായയാണോ? അല്ല, 10 ആണ്. ആ ഒരു റവന്യൂ തെറ്റിയതാണ് അവിടുത്തെ റിസ്ക്. പിന്നെ അത് യൂഷ്വലി എംപ്ലോയി ലെവലിൽ വരുന്ന ഫ്രോഡായിരിക്കും അതിനൊരു കാരണം. പിന്നെ മേ ബി അവര് അറിയാണ്ട് ഏതെങ്കിലും എംപ്ലോയീസിന്റെ നിന്ന്, ഏതെങ്കിലും കസ്റ്റമേഴ്സിന്റെ നിന്ന് ക്യാഷ് മേടിക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. അവർ ചായ കൊടുത്തു, അവർ ക്യാഷ് ചെയ്തില്ല, അവർ പോയി. അവർ വഴി വരുന്ന ആക്ച്വലി റവന്യൂ അവിടെ ഉണ്ടായിരുന്നു, കളക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അതൊരിക്കലും റവന്യൂ ഒരിക്കലും കുറച്ച് കാണിക്കാൻ പാടില്ല. നിങ്ങൾ അക്കൗണ്ടിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഇതെപ്പോഴും ഒരു സെപ്പറേറ്റ് എക്സ്പെൻസ് ആയിട്ട് വരണം. അപ്പൊ ഇതൊക്കെയാണ് യൂഷ്വലി ഈ ഒരു കമ്പനിയിൽ നമ്മൾ കാണുന്ന ഇൻഹെറന്റ് റിസ്കുകൾ. ഇതിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റിന് വേണമെങ്കിൽ ഒരു കൺട്രോൾ കൊണ്ടുവരാം. സോ നമുക്കൊരു അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ബാബുസ് ടീ ഷോപ്പ്. ഇവിടെ നമ്മളൊരു കൺട്രോൾ കൊണ്ടുവന്നു. കൺട്രോൾ എന്ന് പറഞ്ഞാൽ ടോക്കൺ കൗണ്ടർ. സോ ചായ കുടിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യുക? ടോക്കൺ കൗണ്ടറിൽ പോയിട്ട് ടോക്കൺ എടുക്കുക. എന്നാൽ മാത്രമേ പോയി ഈ ടോക്കൺ കൊടുത്താൽ മാത്രമേ ചായ കിട്ടുള്ളൂ. പിന്നെ അത് ആ ടോക്കൺ ഒരു സെപ്പറേറ്റ് ഇതിൽ സ്റ്റോറും ചെയ്യുന്നുണ്ട്. കിട്ടുന്ന ക്യാഷും വേറൊരു സ്റ്റോറിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ദിവസം എൻഡ് ആകുമ്പോൾ ക്യാഷ് കൗണ്ട് ചെയ്യും, നോർമലി പോലെ റവന്യൂ റെക്കോർഡ് ചെയ്യും. ഒപ്പം തന്നെ ടോക്കണും ക്രോസ് ചെക്ക് ചെയ്യും. ടോക്കൺ എത്രത്തോളം ഉണ്ട്, അതും ക്യാഷ് ആയിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ അതിനകത്ത് എന്തൊരു ഇഷ്യൂ ഉണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലാവും. യൂഷ്വലി ഒരു എംപ്ലോയി ഇനി അധികം ഫ്രോഡ് കാണിക്കില്ല ബിക്കോസ് ഓഫ് ദിസ് കൺട്രോൾ. പിന്നെ ആരെങ്കിലും ക്യാഷ് പേ ചെയ്യാണ്ട് പോകണം, കസ്റ്റമേഴ്സ് ക്യാഷ് പേ ചെയ്യാണ്ട് പോണ ആ ഒരു മിസ്റ്റേക്മെന്റ്സിനെയും ഇവിടെ പ്രിവെന്റ് ചെയ്തു. കാരണം അറ്റ് ദ എൻഡ് റവന്യൂ ഇവിടെ പ്രോപ്പറായിട്ട് റെക്കോർഡ് ആവും. ഇവൻ ഒരു എംപ്ലോയി ഫ്രോഡ് കാണിക്കുകയാണെങ്കിൽ, ഒരു കസ്റ്റമർ ടോക്കൺ ഇല്ലാണ്ട് പോവുകയാണെങ്കിലും അത് ഈസിലി അവർക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന റിസ്ക് എന്താ? അത് തെറ്റാനുള്ള ചാൻസാണ്. ഇത് ഇവിടെ കുറയ്ക്കാൻ പറ്റും. സോ ഈ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ മേ ബി കൺട്രോൾ എന്ന് പറയുന്നത്. ഇതൊരു റവന്യൂവിനെ കുറിച്ച് മാത്രം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തേ. ഇതുപോലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഓരോ ഏരിയാസിലും കൺട്രോൾസ് ഉണ്ടാവും. സോ കൺട്രോൾ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ടോക്കൺ കൗണ്ടിങ്ങും ക്യാഷ് കൗണ്ടിങ്ങും ക്രോസ് ചെക്ക് ചെയ്യുക. ഇതുവഴി ഒരു മിസ്റ്റേറ്റ്മെന്റ്സിനെ പ്രിവെന്റ് ചെയ്യാനോ ഡിറ്റക്ട് ചെയ്യാനോ നമുക്ക് പറ്റി. സോ വിത്ത് ടോക്കൺ സിസ്റ്റം, ക്യാഷ് കൗണ്ട് ആൻഡ് ക്രോസ് ചെക്ക്, വി എൻഷുർ ദാറ്റ് ആക്യുറേറ്റ് റെക്കോർഡ് റവന്യൂ എവറി ഡേ. സോ ഇതാണ് ഒരു ഇന്റേണൽ കൺട്രോളിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. കണ്ടിന്യൂയിങ് വിത്ത് അവർ സെയിം എക്സാമ്പിൾ, നമുക്ക് റവന്യൂ മാത്രമല്ല വേണമെങ്കിൽ 1-2 എക്സ്ട്രാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏരിയയിൽ വരുന്ന കൺട്രോൾസിനെ ഡിസ്കസ് ചെയ്യാം. റവന്യൂ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടോക്കൺ സിസ്റ്റം ആയിരിക്കും. സെക്കൻഡ് കേസിൽ മേ ബി പ്ലാൻ പ്രോപ്പർട്ടി എക്യുപ്മെന്റ് ആണെങ്കിൽ അവിടെ എന്തൊക്കെ കൺട്രോൾസ് കൊണ്ടുവരാം. യൂഷ്വലി കൺട്രോൾസ് ഇല്ലെങ്കിൽ എന്താ, ആർക്ക് വേണമെങ്കിലും അസറ്റ്സ് മേടിക്കാം. നമ്മൾ ടീ ഷോപ്പ് ആണെങ്കിൽ ഏത് എംപ്ലോയീസിനും വേണമെങ്കിലും അസറ്റ്സ് മേടിക്കാം, അതോ യൂസ് ചെയ്യാം. വേണമെങ്കിൽ അവർക്ക് അവരുടെ വീട്ടിൽ കൊണ്ടുപോകാം. ഇതൊക്കെ അങ്ങനെ പേഴ്സണൽ യൂസിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും കമ്പനിയിൽ ഡിപ്രിസിയേഷൻ വരാൻ പാടില്ല. കമ്പനിയിലെ P&L ഡിപ്രിസിയേഷൻ വരണമെങ്കിൽ അത് കമ്പനി യൂസ് ചെയ്ത ഇതായിരിക്കണം. അപ്പോൾ പേഴ്സണലി ആർക്ക് വേണമെങ്കിൽ അത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതുവഴി ഡിപ്രിസിയേഷൻ പ്രോപ്പറായിട്ട് റെക്കോർഡ് ആവുന്നില്ല. കാരണം ഇത് കണ്ടുപിടിക്കണമല്ലോ ഇടയ്ക്കിടയ്ക്ക് ആര് കൊണ്ടുപോയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ മേ ബി എനിക്കൊരു കമ്പനിക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഒരു 50% കമ്പനി യൂസ് ചെയ്തു, 50% എംപ്ലോയീസ് കൊണ്ട് യൂസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ കമ്പനിയിൽ എപ്പോഴും 50% ഡിപ്രിസിയേഷനെ വരാൻ പാടുള്ളൂ. ബാക്കി 50% മേ ബി എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആയിട്ട് വരണ്ടേ, കാരണം എംപ്ലോയി കൊണ്ടുവരണമല്ലേ. ഇതാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റെക്കോർഡിംഗ്. ഇത് പ്രിവെന്റ് ചെയ്യാൻ മാനേജ്മെന്റിന് എപ്പോഴും പാടായിരിക്കും. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാനോ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനോ മാനേജ്മെന്റ് കുറച്ച് കൺട്രോൾസ് കൊണ്ടുവരാം. എന്താണ്, അവിടെ ഒരു എൻട്രി ഇൻ ഫിക്സഡ് അസറ്റ് കൊണ്ടുവരാം. എന്തൊരു അസറ്റ് മേടിക്കുമ്പോൾ എൻട്രി ചെയ്യണം. അതുവഴി എത്രത്തോളം അസറ്റ് ഉണ്ടെന്ന് അവർക്ക് കൺട്രോൾ ഉണ്ടായിരിക്കും. പിന്നെ ഓരോ അസറ്റ്സിനും ഓരോ ടാഗ് കൊടുക്കാം. പിന്നെ ഇടയ്ക്കിടയ്ക്കിട്ട് പീരിയോഡിക് ഫിസിക്കൽ ചെക്ക്, അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അതിന്റെ വാല്യൂ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യും. ഇതുവഴി എന്താ, ആസറ്റ് ഡ്യൂറിങ് ദി ഇയർ അവിടെ ഉണ്ട് എന്ന് അവർക്ക് കൺഫേം ചെയ്യാൻ പറ്റും. കമ്പനി യൂസ് ചെയ്തെന്ന് അറിയാൻ പറ്റും.
എല്ലാ അസറ്റും രജിസ്റ്റർ ചെയ്തതിന്റെ പേരിൽ എല്ലാം കറക്റ്റ് അവിടെ എത്തി എന്ന് അറിയാൻ പറ്റും. പിന്നെ പീരിയോഡിക് ചെക്ക് ഉള്ളതിന്റെ പേരിൽ എന്തെങ്കിലും വാല്യുവേഷൻ കുഴപ്പമുണ്ടോ, മേ ബി ഒരു അസറ്റ് ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ P&L അത് ഫുള്ളി റൈറ്റ് ഓഫ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ഈ ഒരു സിസ്റ്റം, ഈ ഒരു കൺട്രോൾ കൊണ്ടുവന്നതിന്റെ പേരിൽ പ്രോപ്പർ ഫിനാൻഷ്യൽ റെക്കോർഡിംഗ് അവിടെ വന്നു. ദെൻ മേ ബി എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിലേക്ക് പോകുന്ന സമയത്ത് യൂഷ്വലി എന്താ സാലറി എംപ്ലോയീസിന് പേ ചെയ്യുന്നു. ഒരു കമ്പനി ഓണർ എന്നുള്ള രീതിയിൽ എനിക്കറിയില്ല ചിലപ്പോൾ എത്ര എംപ്ലോയീസ് ഉണ്ടെന്നുള്ളത്, അത് HR ആയിരിക്കും ഡീൽ ചെയ്യണേ. മേ ബി HR ഫ്രോഡ് കാണിക്കണമെങ്കിൽ എളുപ്പമല്ലേ, ഇല്ലാത്ത കുറെ എംപ്ലോയീസിന്റെ പേര് എഴുതി വെച്ചിട്ട് എല്ലാ മാസവും സാലറി കൊടുക്കാം, അതായത് HR പോക്കറ്റിലേക്ക് വയ്ക്കാം. അപ്പോൾ അതിന് കൺട്രോൾ ചെയ്യാനായിട്ട് മേ ബി ഒരു സിസ്റ്റം കൊണ്ടുവരാം, ഒരു ബയോമെട്രിക് പോലെ എന്തെങ്കിലും കൊണ്ടുവരാം. എല്ലാ ദിവസവും അറ്റൻഡൻസ് അങ്ങനെ മാർക്ക് ചെയ്യുന്നു, എന്നിട്ട് എല്ലാ മന്തിലും ഈ അറ്റൻഡൻസിന്റെ ബേസിലായിരിക്കും സാലറി കൊടുക്കണേ. അപ്പോൾ ആക്ച്വലി എത്രയാണ് അവരുടെ റെക്കോർഡ്, ഈ ബയോമെട്രിക്സ് എത്ര, ഇത് രണ്ടും ക്രോസ് ചെക്ക് ചെയ്യുന്നു, സെയിം ആണെങ്കിൽ മാത്രം സാലറി കൊടുക്കുന്നു. ഇതുവഴി ഈ പറഞ്ഞ എംപ്ലോയി ഫ്രോഡും കാര്യങ്ങളും വരെ പ്രിവെന്റ് ചെയ്യാം. സോ അറ്റ് ദ എൻഡ് ഇൻഹറന്റ് റിസ്കുകൾ ഐഡന്റിഫൈ ചെയ്തിട്ട് മിസ്റ്റേക്ക്മെന്റ്സിനുള്ള പോസിബിലിറ്റീസ് നോക്കിയിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന പ്രോസസ്സുകളെയാണ് ഇന്റേണൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് ഈ കൺട്രോളിൽ റിലൈ ചെയ്യാം. കാരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺട്രോൾ ഉള്ള ഒരു കമ്പനീനെ സംബന്ധിച്ച് തെറ്റാനുള്ള ചാൻസ് വളരെ കുറവ്. അൾട്ടിമേറ്റ്ലി നമ്മുടെ ലക്ഷ്യം എന്താണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ മിസ്റ്റേക്ക്മെന്റ്സ് ഉണ്ടോ ഇല്ലയോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല കൺട്രോളുള്ള കമ്പനി ആണെങ്കിൽ ആ കൺട്രോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ കൺട്രോൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന അറിവ് ഇതുപോലെ മാനേജ്മെന്റ് എന്നോട് പറയുന്നതായിരിക്കും. എനിക്കറിയില്ല ഇത് ആക്ച്വലി ഇതുപോലെ ഒരു ബയോമെട്രിക് സിസ്റ്റം ഉണ്ടോ, ഇല്ലെങ്കിൽ ഒരു ടോക്കൺ സിസ്റ്റം ഉണ്ടോ, ഇല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ ഉണ്ടോ, ഫിസിക്കൽ വെരിഫിക്കേഷൻ ഉണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അത് ഞാൻ നേരിട്ട് പോയി ചെക്ക് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനത്തെ കൺട്രോൾ ഉണ്ടോ എന്ന് നോക്കാം, അത് പിന്നെ ടെസ്റ്റ് ചെയ്യണത് നെക്സ്റ്റ് പാർട്ടിൽ വരും. അതുവഴി നമുക്കൊരു നല്ലൊരു കോൺഫിഡൻസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ കിട്ടും. സോ ഇന്റേണൽ കൺട്രോളിന്റെ ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ ദിസ് ഈസ് എ പ്രോസസ്. ദിസ് ഈസ് എ പ്രോസസ്. അത് എന്തിനാണ്, ഡിസൈൻഡ്, ഇംപ്ലിമെന്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ്. ഡിസൈനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആ എടുത്ത എക്സാമ്പിൾ, റവന്യൂവിന്റെ എക്സാമ്പിൾ, നമ്മൾ എപ്പോഴും റിസ്കിനെ നോക്കാം, അതിനനുസരിച്ചിട്ടായിരിക്കണം എപ്പോഴും കൺട്രോൾ ഡിസൈൻ ചെയ്യേണ്ടത്. മേ ബി നമ്മൾ ആ റവന്യൂവിന്റെ കേസിൽ കണ്ട റിസ്ക് എന്താ, എംപ്ലോയീസ് കാശ് അടിച്ച് മാറ്റാം, ആദ്യത്തെ റിസ്ക്. പിന്നെ കസ്റ്റമേഴ്സ് പേ ചെയ്യാണ്ട് പോകാം, രണ്ടാമത്തെ റിസ്ക്. അപ്പോൾ ആക്ച്വൽ റവന്യൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. അതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ടോക്കൺ സിസ്റ്റം കൊണ്ടുവന്നു. അതുവഴി ഇടയ്ക്കിടയ്ക്കിട്ട് എല്ലാ ദിവസവും ക്രോസ് ചെക്ക് ഉള്ളതിന്റെ പേരിൽ എംപ്ലോയീസ് ഇത് മിസ്റ്റേറ്റ്മെന്റ് ചെയ്യില്ല, ഫ്രോഡ് ചെയ്യില്ല. അതുവഴി ആ മിസ്റ്റേറ്റ്മെന്റ്സിന് പ്രിവെന്റ് ചെയ്തു. പിന്നെ കസ്റ്റമേഴ്സ് പേ ചെയ്തുകൊണ്ട് പോകാണ്ടിരിക്കുന്ന ആ ഒരു പോസിബിലിറ്റി മാറി. അതുവഴി ആ ഒരു മിസ്റ്റേറ്റ്മെന്റ്സും ഒഴിവാക്കി, കാരണം ടോക്കൺ സിസ്റ്റം ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഡിസൈൻ എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം. വെറുതെ ഡിസൈൻ പേപ്പറിൽ ഉണ്ടായി പോരല്ലോ, പ്രോപ്പർ ആയിട്ട് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. പ്രോപ്പർ ആയിട്ട് ഒരു ടോക്കൺ സിസ്റ്റം കൊണ്ടുവരണം, എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യണം. നെക്സ്റ്റ് ഫസ്റ്റ് ഡേ മാത്രം ട്രെയിൻ ചെയ്താൽ പോരല്ലോ, 365 ഡേയ്സ് ഇത് വർക്ക് ചെയ്യണം. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ 365 ഡേയ്സ് എൻ്റയർ ഇയർ ആണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതാണ് പ്രൈമറി റിക്വയർമെന്റ്. യൂഷ്വലി നമ്മൾ ഈ പറഞ്ഞ ഇന്റേണൽ കൺട്രോൾസ് എല്ലാം എൻ്റയർ കമ്പനിയിലേക്ക് നോക്കുമ്പോൾ പല കാര്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാം. നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൺട്രോൾസിനെ കുറിച്ച് മാത്രം ഡിസ്ക്ലോസ് ചെയ്തുള്ളൂ. ബട്ട് കമ്പനീനെ സംബന്ധിച്ച് അവരുടെ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ഓപ്പറേഷൻ, അവരുടെ അസറ്റുകളെല്ലാം സേഫ് ഗാർഡ് ചെയ്യുക, ലോസ് റെഗുലേഷൻസ് എല്ലാം കംപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ അസറ്റ് സേഫ് ഗാർഡ് ചെയ്യണതോ കമ്പനിയുടെ ബിസിനസ് ഓപ്പറേഷനോ ഇതൊന്നും നമ്മുടെ കാര്യമില്ല. നമുക്കെപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണോ തെറ്റാണോ അത്ര മാത്രം എടുത്ത് ഇൻഫോം ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് നമ്മളത് ഫോക്കസ് ചെയ്യില്ല. നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിലുള്ള കൺട്രോൾസ് മാത്രം നോക്കുള്ളൂ. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാണോ ശരിയാണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യണത് മാനേജ്മെന്റോ TCWG, that is those who charge with governance. Then ഫിനാൻഷ്യൽ കൺട്രോൾസ് എന്താണെന്ന് പറഞ്ഞു, പ്രിവെന്റിങ്, ഡിറ്റക്ടിങ്, കറക്റ്റിംഗ് മിസ്റ്റേറ്റ്മെന്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. വാട്ട് ഈസ് കൺട്രോൾ റിസ്ക്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ കൺട്രോൾസ് ഫെയിൽ ആവാനുള്ള ചാൻസ് ആണ് കൺട്രോൾ റിസ്ക്. നമ്മൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റാനുള്ള ചാൻസിന് നമ്മൾ ഇൻഹറന്റ് റിസ്ക് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ ബേസ്ഡ് ഓൺ സം റീസൺസ് ഒരു കൺട്രോളും എപ്പോഴും തെറ്റാം. യൂഷ്വലി മാനുവൽ കൺട്രോൾസ് ഓട്ടോമാറ്റിക് കൺട്രോൾസ് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് കൺട്രോൾസ് അധികം തെറ്റാൻ ചാൻസ് ഇല്ല. കാരണം അവിടെ ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്, മാനുവൽ ഇന്റർവെൻഷൻ ഇല്ല. അപ്പം അതുപോലെ ഓരോരോ റീസൺസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ ഓരോ കൺട്രോളിനെയും അനലൈസ് ചെയ്യണം. സോ when a control fails to prevent, detect and correct a material misstatement is known as control risk. കാരണം ഓഡിറ്റിന്റെ ഒരു ഫ്ലോ ആദ്യം ഇൻഹറന്റ് റിസ്ക് കണ്ടുപിടിക്കുക, അതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റ് കുറെ കൺട്രോൾസ് മാനേജ്മെന്റ്, കാരണം ഇൻഹറന്റ് റിസ്ക് എപ്പോഴും നമുക്ക് മുന്നേ മാനേജ്മെന്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. കാരണം അവരുടെ ആവശ്യമാണല്ലോ പ്രോപ്പർ ആയിട്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കിട്ടാന്നുള്ളത്. അവർ തന്നെ എന്ത് ചെയ്യും, കുറെ കൺട്രോൾസ് ഇംപ്ലിമെന്റ് ചെയ്യും ഈ പറഞ്ഞ തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ കൺട്രോൾസ് ഈ പറഞ്ഞ റീസൺ കൊണ്ട് തെറ്റാം. അപ്പോൾ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺട്രോൾസിൽ നമ്മൾ റിലൈ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആ കൺട്രോൾസിന് ഉള്ള നെഗറ്റീവ് റിമാർക്സ്, അതിന്റെ റിസ്കുകളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. സോ ഇന്റേണൽ കൺട്രോൾസ് ബൈ മാനേജ്മെന്റ് മീൻസ് കൺട്രോൾസ് ആർ ഡിസൈൻഡ്, ഇംപ്ലിമെന്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ മാനേജ്മെന്റ് ടു ഒന്ന് പ്രിവെന്റ് ഓർ ഡിറ്റക്ട് ആൻഡ് കറക്റ്റ് material misstatement in the financial statements. Now, because of some inherent limitations, ഇത് എപ്പോഴും
തെറ്റാൻ ചാൻസ് ഉണ്ട്. കൺട്രോൾസ് വർക്ക് ചെയ്യാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. യൂഷ്വലി നമ്മൾ കുറച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കൊളൂഷൻ എമംഗ് ദ എംപ്ലോയീസ്. ഇപ്പോൾ നമ്മളൊരു കൺട്രോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2 എംപ്ലോയി ഉണ്ട്, ക്യാഷ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഏരിയ. ഇൻസ്റ്റെഡ് ഓഫ് 1 എംപ്ലോയി എന്താ പറയുക റെക്കോർഡിംഗ് ആൻഡ് മെയിൻറ്റെയിനിങ് ക്യാഷ്, നമ്മൾ 2 എംപ്ലോയീസ് നിർത്തി. കാരണം ഒരു എംപ്ലോയി തന്നെയാണെങ്കിൽ എപ്പോഴും അവർ തന്നെ കുറച്ച് കാശ് അടിച്ച് മാറ്റിയിട്ട് അവരുടെ ഒരു അക്കൗണ്ടിങ് എൻട്രി പാസ്സാക്കും. അതിനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആൾ, ഒരാൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ അപ്പുറത്തെ ആളായിരിക്കും ക്യാഷ് മെയിൻറ്റെയിൻ ചെയ്യണേ. അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് മാത്രം കാര്യമില്ലല്ലോ, ക്യാഷ് കിട്ടണ്ടേ. അപ്പോൾ അതുവഴി അത് പ്രിവെന്റ് ചെയ്തു. ബട്ട് അവിടുത്തെ കുഴപ്പം എന്താ, ഈ 2 എംപ്ലോയീസും ഒരേ സമയത്ത് ഡിസ്കസ് ചെയ്ത് അവർ ഒന്ന് അലൈൻ ചെയ്യുകയാണെങ്കിൽ, ആ കൊളൂഷൻ വരാണെങ്കിൽ ആ കൺട്രോൾ ഫെയിൽ ആവാം. പിന്നെ റോങ് ജഡ്ജ്മെന്റ് ഇൻ ഡിസൈൻ. ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ഒരു കൺട്രോളിന്റെ എപ്പോഴും ഒരു ഇൻഹറന്റ് റിസ്കിനെ അഡ്രസ് ചെയ്യണമായിരിക്കണം. നമ്മളെപ്പോഴും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ അസേർഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് പഠിക്കും. ഓരോ അസേർഷൻസ് വൈസ് റിസ്ക് കണ്ടുപിടിച്ചിട്ടായിരിക്കും കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യണേ. ബട്ട് അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ ആണ്, ഡിസൈൻ നല്ലതല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി കൺട്രോൾ ഫെയിൽ ആവും. അതൊരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ ആണ്. പിന്നെ മാനേജ്മെന്റ് ഓവർ റൈഡ്. മാനേജ്മെന്റ് ആണല്ലോ അൾട്ടിമേറ്റ്ലി ഈ കൺട്രോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അവർക്ക് തന്നെ തോന്നി മെനേജ്മെന്റ് ലെവൽ ഫ്രോഡ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അവർ ആദ്യം എന്ത് ചെയ്യും, കൺട്രോളുകളെല്ലാം ഓഫ് ആക്കാൻ നോക്കും. എംപ്ലോയീസിനെ വിളിച്ച് പറയും, ആ ടോക്കൺ സിസ്റ്റം അല്ല നിങ്ങൾ നെക്സ്റ്റ് ഡേ മുതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട, ഓർ മേ ബി ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ അത് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട എന്ന് പറഞ്ഞ് അതിന് ഫെയിൽ ആക്കാം. ഓർ മേ ബി ഹ്യൂമൻ എറർ ഓർ ഫാറ്റിക് ഓർ കെയർലെസ്. അൾട്ടിമേറ്റ്ലി ടോക്കൺ സിസ്റ്റത്തിൽ മനുഷ്യന്മാരാണ് ഇരിക്കണമെങ്കിൽ അവർക്ക് വയ്യാണ്ടാവും. അപ്പോൾ അതുവഴി മേ ബി 1-2 കസ്റ്റമേഴ്സിൻ്റെ ടോക്കൺ കൊടുത്തില്ലെന്ന് വരാം. മേ ബി അവർ കുറേ നേരം കെയർലെസ് ആയിട്ട് അവർ പറയാം, നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ നേരെ പോയി ചായ മേടിച്ചോ, ടോക്കൺ ഒന്നും വേണ്ട എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു റീസൺസ് ആണ്. ഇത്രയും കാരണങ്ങൾ കൊണ്ട് എപ്പോഴും ഒരു കൺട്രോൾ ഫെയിൽ ആവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതൊക്കെ നമ്മൾ അനലൈസ് ചെയ്താലേ നമുക്ക് ഒരു കൺട്രോളിനെ റിലൈ ചെയ്യണോ റിലൈ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുള്ളൂ. കാരണം കൺട്രോളിന് റിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടെസ്റ്റിംഗ് നമ്മൾ കുറയ്ക്കും. കൺട്രോൾ ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ടെസ്റ്റ് ചെയ്യുന്നത് കുറയ്ക്കും. കാരണം കൺട്രോൾ ഉണ്ടല്ലോ, പിന്നെ തെറ്റാനുള്ള ചാൻസ് കുറവാണല്ലോ എന്നുള്ള രീതിയിൽ. സപ്പോസ് കൺട്രോൾ റിസ്ക് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ കൺട്രോളിനെ നമ്മൾ വിശ്വസിക്കേണ്ടത്. ബെറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ആക്ച്വലി ടെസ്റ്റ് ചെയ്യാം. എന്തിനാ മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത് കൺട്രോളിന് റിലൈസ് ചെയ്യാൻ പോണേ. സോ ഇതാണ് കോർ റീസൺ ബിഹൈൻഡ് അനലൈസിങ് ദ കൺട്രോൾ റിസ്ക്. സോ അനലൈസ് ചെയ്യുന്നു കൺട്രോൾ റിസ്ക്. മേ ബി നമ്മൾ ആ ഇൻഹറന്റ് റിസ്ക് കണ്ടുപിടിച്ച പോലെ തന്നെ മീഡിയം, ലോ, ഹൈ എന്ന് പറഞ്ഞ പാരാമീറ്റർ വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ദെൻ അറ്റ് ദ എൻഡ് ഓഡിറ്റർക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. കൺട്രോൾ റിസ്ക് കുറവാണെങ്കിൽ ഹി വിൽ ഡിസൈഡ് ടു റിലൈ ഓൺ ദാറ്റ് കൺട്രോൾ. അങ്ങനെയാണെങ്കിൽ കൺട്രോൾസ് കുറേ ടെസ്റ്റ് ചെയ്ത് അത് വർക്ക് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നമ്മൾ നേരെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഒരു ഒപ്പീനിയൻ കൊടുക്കും. ആക്ച്വൽ ഇൻവോയ്സും കാര്യങ്ങളും നമ്മൾ കുറച്ച് മാത്രം ടെസ്റ്റ് ചെയ്യുള്ളൂ. കാരണം നമുക്കറിയാം അത് തെറ്റാണ്ടിരിക്കാൻ വേണ്ടി മാനേജ്മെന്റ് കൺട്രോൾ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ തെറ്റില്ലല്ലോ. ബട്ട് സപ്പോസ് കൺട്രോൾ റിസ്ക് വളരെ കൂടുതലാണ്, ഫുൾ മാനുവൽ കൺട്രോൾസ് ആണ്, പ്രോപ്പർ ഡിസൈൻ ഇല്ല, മാനേജ്മെന്റ് ഇടയ്ക്ക് ഓവർറൈഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഒരൊറ്റ എംപ്ലോയി ആണ് എല്ലാ കൺട്രോൾസിനും വേണ്ടിയിട്ട്, ഫാറ്റിക്കും കെയർലെസ്സും എല്ലാ കാര്യങ്ങളെല്ലാം വരാം. അതിന്റെ പേരിൽ ഹൈ കൺട്രോൾ റിസ്ക് നമ്മൾ കണ്ടു. ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മൾ ആ കൺട്രോളിനെ റിലൈ ചെയ്യില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ടെസ്റ്റും ചെയ്യില്ല. നമ്മുടെ ഓഡിറ്റ് പ്രൊസീജിയർ വിൽ ബി മോർ ഓൺ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, അതായത് ആക്ച്വൽ ടെസ്റ്റിംഗ് ആയിരിക്കും. നമ്മൾ ഇൻവോയ്സ് എല്ലാം വെച്ച് ഓരോ ഐറ്റങ്ങൾ ടെസ്റ്റ് ചെയ്യും റാദർ ദാൻ ഫോക്കസിങ് ഓൺ ദ കൺട്രോൾസ്. സോ ഇതാണ് കൺട്രോൾ റിസ്ക്. സോ സിംപ്ലി കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഇൻഹറന്റ് റിസ്ക് കണ്ടുപിടിക്കുക, കൺട്രോൾസിനെ കുറിച്ച് മനസ്സിലാക്കുക, ഒപ്പം തന്നെ കൺട്രോൾ റിസ്കിനെ കുറിച്ച് മനസ്സിലാക്കുക. ഹയർ ദ കൺട്രോൾ റിസ്ക് നമ്മളെ കൺട്രോൾസിനെ റിലൈസ് ചെയ്യില്ല. സോ നൗ ലെറ്റ്സ് ഡിസ്കസ് വാട്ട് ഈസ് ഓഡിറ്റ് റിസ്ക്. നിങ്ങൾ എന്താണ് ഇൻഹറന്റ് റിസ്ക് എന്ന് മനസ്സിലാക്കി, എന്താണ് കൺട്രോൾ റിസ്ക് എന്ന് മനസ്സിലാക്കി, ഇതെങ്ങനെ ഒരു ഓഡിറ്റ് റിസ്ക് ആവും, അതിന് നിങ്ങൾ എന്താണ് ഓഡിറ്റ് റിസ്ക് എന്ന് ആദ്യം മനസ്സിലാക്കണം. സോ ദാറ്റ് മീൻസ് എ റിസ്ക് ദാറ്റ് auditor gives an inappropriate opinion when financial statements are materially misstated. So ഒരു inappropriate opinion കൊടുക്കണേ, but only when misstated. So your question will be misstated അല്ലാത്ത സമയത്തും ഒരു inappropriate കൊടുക്കുന്നത് ഓഡിറ്റ് റിസ്ക് ആണോ, അതെന്തുകൊണ്ട് ഇതിൽ കൊണ്ടുവരുന്നില്ല. മെയിൻ റീസൺ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ FS ആരും റിലൈ ചെയ്യുന്നില്ല. കാരണം നമ്മളൊരു തെറ്റായിട്ടൊരു ഫിനാൻഷ്യൽസ് ശരിയാണ് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും നമ്മുടെ ഒരു കോൺഫിഡൻസിന്റെ പേരിൽ ആ കമ്പനിയിൽ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിലൈ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അത്ര ആൾക്കാരുടെ കാശ് പോകല്ലേ. രണ്ടാമത്തെ കേസിൽ നമ്മൾ ശരിയായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽസ് തെറ്റാണ് എന്നാണ് പറയണേ. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും, ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ റിലൈ ചെയ്യില്ല. അവരൊരിക്കലും അത് വച്ചിട്ടായിരിക്കില്ല അവരുടെ ഡിസിഷൻസ് എടുക്കണേ. അപ്പോൾ ഒരാളുടെ ഡിസിഷൻസ് അവിടെ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഹൈ റിസ്ക് ആയിട്ടുള്ള മിസ്റ്റേറ്റഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽസ് പ്ലസ് ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ആണ് എപ്പോഴും ഓഡിറ്റ് റിസ്കിൽ കൊണ്ടുവരുള്ളൂ. നൗ കമ്പോണൻസിലേക്ക് വരുമ്പോൾ ആദ്യത്തെ മെറ്റീരിയലി മിസ്റ്റേറ്റഡ് പ്ലസ് ഇൻഅപ്രോപ്രിയേറ്റ് ഒപ്പീനിയൻ ആണല്ലോ. അതിൽ മെറ്റീരിയലി മിസ്റ്റേറ്റഡ് എപ്പോഴാവാം, റിസ്ക് ഓഫ് മെറ്റീരിയലി മിസ്റ്റേറ്റഡ്, അതായത് ഇൻഹറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും കൂടുമ്പോൾ. ബേസിക് ആയിട്ടുള്ള ഇൻഹറന്റ് റിസ്ക് എത്രത്തോളം കൂടുന്നു അത് നമുക്കൊന്നും ചെയ്യാനില്ല, അത് ബേസ്ഡ് ഓൺ ദ എൻറ്റിറ്റി എൻവയോൺമെന്റ് ഉണ്ടാവും. പിന്നെ അതിനുവേണ്ടി മാനേജ്മെന്റ് കുറെ കൺട്രോൾ കൊണ്ടുവന്നു. ആ കൺട്രോള് അൾട്ടിമേറ്റ്ലി ഫെയിൽ ആവുകയാണെങ്കിൽ വേറൊരു വഴിയില്ലാണ്ടാവും. അപ്പോൾ കൺട്രോൾ റിസ്ക്കും വന്നു. എപ്പോഴും
മാക്സിമം റിസ്ക് ഇൻഹെറന്റ് റിസ്ക് ആയിരിക്കും. കാരണം അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കൺട്രോൾസ് എല്ലാം കൊണ്ടുവന്നത്. അത് ഫെയിൽ ചെയ്താലും മാക്സിമം ഇൻഹെറന്റ് റിസ്ക് ആയിരിക്കും. ബട്ട് ഒരു ഓഡിറ്ററിന്റെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മൾ കൺട്രോൾസിനെ റിലൈ ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഓഡിറ്റ് റിസ്കിനെ കുറിച്ചല്ല എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും എന്ത് ചെയ്യും, ആ കൺട്രോളിനെ റിലൈ ചെയ്യുന്നതിന്റെ പേരിൽ ഞാൻ കൺട്രോൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മുടെ റിലയൻസ് തെറ്റിപ്പോയില്ലേ, നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ തെറ്റിപ്പോയില്ലേ. അപ്പോൾ ആ റിസ്ക് നമ്മൾ അഡ്രസ് ചെയ്യും. സോ ഇൻഹെറന്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക് ആണ് ഒരു തെറ്റാനുള്ള ചാൻസിനെ കൺസിഡർ ചെയ്യണത്. ഇനി തെറ്റാണെങ്കിലും കണ്ടുപിടിച്ചാൽ പോരെ. ഓഡിറ്റ് റിസ്ക് ഇപ്പോഴും എന്താ ഇന്നപ്പുറത്തെ ഒപ്പീനിയൻ കൊടുക്കുമ്പോഴാണ്. മെറ്റീരിയലി മിസ്റ്റേഡ് ആണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓഡിറ്റ് റിസ്ക് ആവുന്നില്ല. നമ്മൾ പ്രോപ്പർ ഒപ്പീനിയൻ കൊടുക്കുകയാണെങ്കിൽ ഇഷ്യൂ സോൾവ് ആയല്ലോ. അത് എപ്പോഴാണ് കൊടുക്കാൻ പറ്റണ്ടാവുക, നമ്മളത് ഡിറ്റക്ട് ചെയ്യാണ്ടിരിക്കുമ്പോൾ. സോ ലാസ്റ്റ് കമ്പോണന്റ് ഡിറ്റക്ഷൻ റിസ്ക്. എപ്പോഴാണ് ഡിറ്റക്ട് ചെയ്യാണ്ടിരിക്കുക? എപ്പോഴും ഓഡിറ്റിൽ നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡ് ആയിരിക്കും സാമ്പിളിംഗ്. സോ സാമ്പിളിംഗിൽ മിസ്റ്റേക്സ് വരുമ്പോൾ അതിനാണ് സാമ്പിളിംഗ് റിസ്ക് എന്ന് പറയുക. നമ്മളൊരു പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ 9 ട്രാൻസാക്ഷൻ ഉണ്ട്. ഗ്രീൻ കളറെല്ലാം കറക്റ്റ് ആയിട്ടുള്ളതും റെഡ് കളറുള്ളതെല്ലാം തെറ്റായിട്ടുള്ളതെന്ന് വിചാരിക്കുക. നമ്മൾ 3 സാമ്പിൾ അതിൽ നിർത്തും. യൂഷ്വലി 3 സാമ്പിൾ എടുക്കുമ്പോൾ സാമ്പിൾ എപ്പോഴും റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കണം. നമ്മൾ 9 എണ്ണത്തിൽ 3 മിസ്റ്റേക്മെന്റ്സ് ഉണ്ടെങ്കിൽ 3 എണ്ണം എടുക്കുമ്പോൾ ഒരു മിസ്റ്റേക്മെന്റ് വരണം. അത് വന്നില്ല, സാമ്പിളിംഗ് തെറ്റിപ്പോയി, എടുത്ത ടെക്നിക്ക് തെറ്റിപ്പോയി. അതുവഴി നമ്മൾ എന്ത് ചെയ്തു, ആ 3 എണ്ണം ടെസ്റ്റ് ചെയ്തു, 3ഉം കറക്റ്റാണ്. ഈ ഒരു ഒപ്പീനിയൻ നമ്മൾ ടോട്ടൽ പോപ്പുലേഷനിലേക്ക് കൊടുക്കും. ഇതാണ് സാമ്പിളിംഗ്. അതുവഴി നമ്മൾ എൻ്റയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണെന്ന് പറയുന്നു. ആക്ച്വലി ശരിയാണോ? ബിക്കോസ് ഓഫ് ദ സാമ്പിളിംഗ് മിസ്റ്റേറ്റ്മെന്റ് നമ്മൾ തെറ്റായിട്ടുള്ളൊരു ഒപ്പീനിയൻ കൊടുക്കാൻ പോവാണ്. നെക്സ്റ്റ് സം സിനാരിയോസിൽ സാമ്പിളിംഗ് കറക്റ്റ് ആയിരിക്കും. നമ്മൾ 9 എണ്ണത്തിൽ കറക്റ്റ് 3 സാമ്പിൾ എടുത്തു, അതിലൊരു മിസ്റ്റേറ്റ്മെന്റ് കറക്റ്റ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് എടുത്തു. ബട്ട് ആ 3 എണ്ണത്തിൽ ഒരു മിസ്റ്റേക്മെന്റ്സ് ഉണ്ടല്ലോ, അത് കണ്ടുപിടിക്കണ്ടേ. നമ്മളൊരു ജൂനിയർ ആയിട്ടുള്ള ആർട്ടിക്കിളിനെ വിട്ടെ, ആളിത് 3ഉം ചെക്ക് ചെയ്തപ്പോൾ ആള് 3ഉം ശരിയാണെന്ന് കൺക്ലൂഡ് ചെയ്തു. ഓർ മേ ബി നമ്മൾ ചെയ്ത ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആയിരുന്നില്ല. സോ രണ്ടാമത്തെ കേസിൽ സാമ്പിളിംഗ് കറക്റ്റ് ആയിരുന്നു, ബട്ട് ബിക്കോസ് ഓഫ് സം ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് അത് തെറ്റുപറ്റി. സോ ഈ 2 റീസൺസും കൂടി, ഈ 2 റിസ്കിനെയും കൂടി ഒരുമിച്ച് കൂടുമ്പോഴാണ് ഡിറ്റക്ഷൻ റിസ്ക്. ഇതിൽ ഏതെങ്കിലും ഒരു റീസൺ കൊണ്ട് നമ്മൾ ഡിറ്റക്ട് ചെയ്യാണ്ടിരിക്കുക. ഇതിന് മൊത്തത്തിലാണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറയുന്നത്. സോ തെറ്റായി, അതിനൊപ്പം തന്നെ കണ്ടുപിടിച്ചില്ല, ടോട്ടൽ ഓഡിറ്റ് റിസ്ക്. നമ്മൾ എപ്പോഴും ഈ ഓഡിറ്റ് റിസ്ക് കുറയ്ക്കാനാണ് ഒരു ഓഡിറ്റിൽ നോക്കുക. എങ്ങനെ കുറയ്ക്കാൻ പറ്റുക? ഇൻഹെറന്റ് റിസ്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കൺട്രോൾസ് അനലൈസ് ചെയ്യും. കൺട്രോൾ റിസ്ക്കും കൂടുതലാണെങ്കിൽ നമ്മൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് ഒരു മാർക്ക് ചെയ്യും. എപ്പോഴും നമ്മൾ എൻ്റെ ബാലൻസ് ഷീറ്റിൽ എന്താണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് അനലൈസ് ചെയ്യും. ചില എൻറ്റിറ്റീസിൽ ഭയങ്കര കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക, ഡിറ്റക്ഷൻ റിസ്ക് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. നമ്മൾ എന്ത് ചെയ്യും, കുറേ ടെസ്റ്റ് ചെയ്യണം. അതാണ് ആദ്യത്തെ പോസിബിലിറ്റി. ഇല്ലെങ്കിൽ ചില കേസുകൾ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് കുറവായിരിക്കും, അപ്പോൾ നമ്മൾ അധികം ടെസ്റ്റിങ്ങിലേക്ക് പോവില്ല. ബട്ട് എപ്പോഴും ഒരു ബാലൻസ് ആയിരിക്കും. ചില സിനാരിയോസിൽ റിസ്ക് എപ്പോഴും കൂടാണെങ്കിൽ ഡിറ്റക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ കുറേ ടെസ്റ്റ് ചെയ്യും എന്നേ ഉള്ളൂ. ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല. ഇങ്ങനെയായിരിക്കും നമ്മൾ ഓഡിറ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓഡിറ്റ് അനോളജിയാണ്. ഒരു ഓഡിറ്റിന് നമ്മളൊരു അടുത്ത എക്സാമ്പിളായിട്ട് കമ്പയർ ചെയ്തിട്ട് അതുവഴി കൺട്രോൾ റിസ്കിനെയും ഇൻഹെറന്റ് റിസ്കിനെയും എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ഇപ്പോഴും മനസ്സിലായിട്ടില്ലെങ്കിലാണ് ഇത് യൂസ്ഫുൾ ആവുന്നത്. സോ നമ്മൾ ഒരു റെയിൻ വാട്ടർ ഫിൽട്ടർ സിസ്റ്റമാണ് പറയുന്നത്. നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ ഒപ്പീനിയൻ കൊടുക്കുന്നതിന് പകരം നമ്മൾ ഒരു റെയിൻ വാട്ടർ സ്റ്റോർ ചെയ്തേക്കുന്ന ഒരു ടാങ്കിലെ വെള്ളത്തിനെ കുറിച്ചാണ് നമ്മൾ ഒപ്പീനിയൻ കൊടുക്കാൻ പോകുന്നത്. സോ ഇതാണ് കൊടുക്കാൻ പോകുന്ന ഫിൽട്ടേഡ് വാട്ടർ കളക്ഷൻ. ഇനി ഇതിലേക്ക് എങ്ങനെ വെള്ളം വരുന്നു? മഴ പെയ്ത് അതിലേക്ക് നിറയെ ചെയ്യണേ. സോ അതിനിടയിൽ ഒരു ഫിൽറ്ററും ഒരു കൊണ്ടുവന്നിട്ടുണ്ട്. മഴ പെയ്യുന്നു, ഈ ഫിൽറ്ററിലൂടെ വെള്ളം പോകുന്നു, ഈ താഴത്തെ ബക്കറ്റിലേക്ക് നിറയുന്നു. നമുക്ക് എന്താ ഈ പറഞ്ഞ താഴത്തെ ബക്കറ്റിലെ വെള്ളം ശരിയാണോ? ബാക്ടീരിയ കെമിക്കൽസ് എന്തെങ്കിലും ഉണ്ടോ? കാരണം ഇത് ഈ വെള്ളം കുടിക്കാൻ വേണ്ടി കുറേ യൂസേഴ്സ് അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഇത് നമ്മുടെ ഒപ്പീനിയൻ കേട്ടിട്ട് വേണം ഈ വെള്ളം കുടിക്കാനായിട്ട്. സോ ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ നമ്മൾ ഈ അസൈൻമെന്റ് റിസ്ക് എന്താ, നമ്മൾ വെള്ളം മോശമായിട്ടിരിക്കുന്ന അവസ്ഥയിൽ വെള്ളം നല്ലതെന്ന് പറയുന്നു, അപ്പോൾ അത് അവർ കൺസ്യൂം ചെയ്യുന്നു, അതുവഴി അവർക്ക് എന്തെങ്കിലും അസുഖം വരുന്നു. അതാണ് എപ്പോഴും നമ്മളത് നല്ലതല്ല എന്ന് പറയുകയാണെങ്കിൽ ഇത് ആരും കൺസ്യൂം ചെയ്യില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേര് ആ റിസ്ക് നമ്മൾ അധികം നോക്കുന്നില്ല. ഇനി നമ്മൾ ഇൻഹെറന്റ് റിസ്ക്കും കൺട്രോൾ റിസ്കിലേക്കും പോവുകയാണെങ്കിൽ ഇൻഹെറന്റ് റിസ്ക് എന്താ, ബേസിക് ആയിട്ട് തെറ്റാനുള്ള ചാൻസ് നമുക്കൊന്നും ചെയ്യാനില്ല. ഇൻഹെറന്റ് നേച്ചറോ യൂഷ്വലി മഴ, കൊച്ചി പെയ്യുന്ന മഴയും ഡൽഹി പെയ്യുന്ന മഴയും സെയിം ആയിരിക്കില്ല. അതിൻ്റെ എൻവയോൺമെന്റ് പൊല്യൂഷനും കാര്യങ്ങളെല്ലാം അവിടെ കൂടുതൽ, അതിൻ്റെ പേരിൽ ഡൽഹിയിൽ കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാവും. അതന്നെ ആയിരിക്കില്ല യൂറോപ്പിൽ. അപ്പോൾ ഡിപ്പെൻസ് അപ്പോൺ ഈച്ച് റീജിയൻ, ഈച്ച് ഏരിയ ഈ പറഞ്ഞ ഇൻഹെറന്റ് റിസ്ക് മാറും. ഈ പറഞ്ഞ മഴ തെറ്റാനുള്ള ചാൻസ് മാറും. സോ ഇവിടുത്തെ കേസിൽ റെയിൻ ബേസ്ഡ് ആണ് വരുന്നത്. ഒരു കമ്പനീൻ്റെ കേസിൽ ബേസ്ഡ് ആണ് ഇൻഡസ്ട്രി, എക്കോണമി, കോമ്പറ്റീറ്റേഴ്സ്, റെഗുലേറ്റേഴ്സ്. നമുക്കൊന്നും ചെയ്യാനില്ല, അത് അനലൈസ് ചെയ്യുക. ഓരോരോ ഫിനാൻഷ്യൽ എലിമെന്റ്സിൽ ഓരോ ഏരിയയിൽ എത്തുക ഇൻഹെറന്റ് റിസ്ക് ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. അത് കഴിഞ്ഞ് കൺട്രോളിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ കേസിൽ എന്താ, ഈ പറഞ്ഞ ഫിൽട്ടർ സിസ്റ്റം വർക്ക് ചെയ്യാണ്ടിരിക്കുക, അതുവഴി പ്യൂരിഫൈ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് കൺട്രോൾ റിസ്ക്. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് വരുമ്പോൾ
അത് എന്താ പറയുക പ്രോപ്പർ ഡിസൈൻ വർക്ക് ആവാണ്ടിരിക്കുക, ഇംപ്ലിമെന്റ് ചെയ്യാണ്ടിരിക്കുക, കൺട്രോൾ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇത് ഡിപ്പെൻഡ്സ് അപ്പോൾ ഒരു ഫിൽറ്റർ ആണെങ്കിൽ പോലും അതിന്റെ ഡിസൈൻ, അതിന്റെ ഇംപ്ലിമെന്റേഷൻ എത്രത്തോളം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ക്ലീൻ ചെയ്യുന്നുണ്ടൊക്കെ നോക്കിയിട്ടാണല്ലോ. അതുപോലെ തന്നെ ഒരു കൺട്രോളുള്ളൂ. ഇടയ്ക്കിടയ്ക്കിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, മാനേജ്മെന്റിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും ആ കൺട്രോൾ റിസ്കിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അറ്റ് ദ എൻഡ് നമ്മൾ കുറച്ച് സാമ്പിൾ ഈ പറഞ്ഞ ലാസ്റ്റ് ബക്കറ്റിൽ നിന്ന് എടുക്കും, ലബോറട്ടറി പോയി ടെസ്റ്റ് ചെയ്യും. അതിനാണ് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ആക്ച്വലി പോയി ടെസ്റ്റ് ചെയ്യും. ഒപ്പം തന്നെ നമ്മൾ ഈ ഫിൽറ്ററും ടെസ്റ്റ് ചെയ്യും. അതിനാണ് കൺട്രോൾ ടെസ്റ്റിംഗ് എന്ന് പറയുക. കാരണം ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു കേസിൽ ഈ മഴ ഇരുന്ന് എല്ലാ മഴയും അനലൈസ് ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. ഞാൻ മഴ നോക്കി, മഴ സപ്പോസ് ഇന്നത്തെ മഴയിലെ റിപ്പോർട്ടുകളൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര സേഫ് ആയിട്ടുള്ള മഴയെന്ന് കാണുമ്പോൾ ഞാൻ ഒരു പരിധി സമാധാനമായി. എനിക്ക് പിന്നെ ബേസിക് ആയിട്ട് ഞാൻ കുറച്ച് ഈ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ചു നോക്കി, നല്ല ടെക്നീഷ്യനെ കൊണ്ടുവന്ന് ഫിൽറ്ററും വർക്ക് ചെയ്യുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ബേസിക് ആയിട്ട് ഒരു കുഞ്ഞു കപ്പ് വെള്ളം എടുത്ത് ലബോറട്ടറിയിൽ പോയി ടെസ്റ്റ് ചെയ്യും. അത് ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരെ ഒപ്പീനിയൻ കൊടുക്കും. രണ്ടാമത്തെ കേസിൽ ഇന്ന് വിധ മഴയിൽ കുറെ കെമിക്കൽസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ടെന്നുള്ള റിപ്പോർട്ടാണ് ന്യൂസ് എല്ലാം പുറത്ത് വിട്ടേക്കണേ. അപ്പോൾ ഓൾറെഡി ഹിന്ദു സ്കൂളിലായി. എനിക്ക് ഇനി ആകെയുള്ള ട്രസ്റ്റ് ഈ കൺട്രോൾ വർക്ക് ചെയ്യുന്നുള്ളത്. ഫിൽറ്റർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാം അവോയ്ഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ കൺട്രോൾ മൊത്തത്തിൽ അനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ കൺട്രോളിന്റെ ഡിസൈൻ, ഇംപ്ലിമെന്റേഷൻ, മെയിൻ്റെനൻസ് ഒക്കെ നോക്കി കൺട്രോൾ റിസ്ക് അനലൈസ് ചെയ്തു. എനിക്ക് രണ്ട് പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, ഈ ഫിൽറ്റർ ഞാൻ ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഏതോ ചാത്തൻ ബ്രാൻഡ് ഫിൽറ്ററാണ്, ഒരു പ്രോപ്പറായിട്ട് നോക്കാറ് കൂടി ഇല്ല, അത് അവിടെ കുറെ നാളായിട്ടിരിക്കണം. അങ്ങനെയാണ് ഞാൻ അതിനെ റിലൈ ചെയ്യില്ല. എന്ത് ധൈര്യത്തിൽ ഞാൻ റിലൈ ചെയ്യണം? രണ്ടാമത്തെ പോസിബിലിറ്റി, നല്ല ഫിൽറ്ററാണ്, അവരിടയ്ക്കിട്ട് പ്രോപ്പറായിട്ടുള്ള ഡിസൈനിങ് നടത്തി ചെയ്തിട്ടുണ്ട്, നല്ല കമ്പനി മേടിച്ചേക്കണേ, പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആ ഒരു ഫിൽറ്ററിന് റിലൈ ചെയ്യും, ആ ഫിൽറ്റർ ടെസ്റ്റ് ചെയ്യും, അതിൽ അഴിച്ചൊക്കെ പോയി നോക്കി കഴിഞ്ഞിട്ട് കൺഫേം ചെയ്യും. എന്നിട്ട് ഞാൻ ബേസിക് ആയിട്ട് മേ ബി കുറച്ച് സാമ്പിൾ വാട്ടർ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് പോയി ലബോറട്ടറി പോയി ടെസ്റ്റും ചെയ്യും. എന്നിട്ട് നമ്മൾ ഒപ്പീനിയൻ കൊടുക്കും. ഇതാണ് എൻ്റെയർ ഓഡിറ്റിനെ നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. സോ കൺട്രോൾ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നേരെ ഇൻഹറന്റ് റിസ്ക് അനലൈസ് ചെയ്യുക, കുറേ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുക, അതായിരിക്കും എൻ്റെയർ ഓഡിറ്റ്. ഈ പറഞ്ഞ കേസിൽ കൺട്രോൾ ഉള്ളതിന്റെ പേരിൽ എന്ത് ചെയ്തു, അൾട്ടിമേറ്റ്ലി എൻഡിൽ ചെയ്യുന്ന സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് നമ്മൾ കുറച്ചു. ബട്ട് ഇൻസ്റ്റഡ് നമ്മൾ എന്ത് ചെയ്തു, കൺട്രോൾ റിലൈസ് ചെയ്തിട്ട് ആ കൺട്രോൾസ് ടെസ്റ്റ് ചെയ്തു. ബട്ട് എപ്പോഴും ഇതിലൊരു വ്യത്യാസമുണ്ട്. കൺട്രോൾസിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് ടെസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ മേ ബി നമ്മൾ കൺട്രോൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, ആക്ച്വൽ ടെസ്റ്റിംഗ്, വൗച്ചിങ് ഒക്കെ ചെയ്യുമായിരുന്നല്ലോ. അത് മേ ബി 2-3 ദിവസം ചെയ്യേണ്ട വർക്ക് ഉണ്ടായിരിക്കും. ബട്ട് കൺട്രോൾ റിലൈസ് ചെയ്യുകയാണെങ്കിൽ മേ ബി നമ്മൾ ഒരു ദിവസം കൊണ്ട് നമ്മുടെ പണി തരും. മേ ബി കുറച്ച് കൺട്രോൾ ടെസ്റ്റ് ചെയ്യുക, പ്രൊപ്പോർഷൻ എപ്പോഴും കുറവായിരിക്കും ഓഡിറ്റിൽ. പക്ഷെ കൺട്രോളിൽ നിന്ന് കിട്ടുന്ന കോൺഫിഡൻസും നമുക്ക് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഏതൊരു കമ്പനിയിലും കൺട്രോൾസ് ഉണ്ട്, അത് അനലൈസ് ചെയ്തിട്ടായിരിക്കണം, കൺട്രോൾ റിസ്ക് മനസ്സിലാക്കി അത് റിലൈ ചെയ്തിട്ടായിരിക്കണം ഓഡിറ്റ് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ SA 315 അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള SA 330 പഠിപ്പിക്കുന്നത്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സെയിം എക്സാമ്പിൾ തന്നെ നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അതൊരു ട്രാൻസാക്ഷൻസിന്റെ ഫ്ലോ ആയിരിക്കും. ഓഡിറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞത് റീസണബിൾ അഷുറൻസ് കൊടുക്കുക, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മിസ്റ്റേക്കഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ മഴയ്ക്ക് പകരം ഇവിടെ കുറേ ട്രാൻസാക്ഷൻസ് വരും. ഇറ്റ് വിൽ ബി ലൈക്ക് സെയിൽസ് ട്രാൻസാക്ഷൻസ്, പർച്ചേസസ്, PP. എപ്പോഴും ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണേ, കുറേ ഇവന്റുകൾ സംഭവിക്കും. കുറേ സാധനങ്ങൾ മേടിക്കുന്നു, കുറേ സാധനങ്ങൾ വിൽക്കുന്നു, എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നു. ഈ എല്ലാ ട്രാൻസാക്ഷൻസിനെയും ഒന്ന് റെക്കോർഡ് ചെയ്ത് അക്കൗണ്ടിങ് എൻട്രിയിലേക്ക് മാറ്റാന്നുള്ളതാണല്ലോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അറ്റ് ദ എൻഡ് നമുക്കൊരു ബാലൻസ് ഷീറ്റ് P&L കിട്ടുന്നു. ഇൻ ബിറ്റ്വീൻ ഈ ട്രാൻസാക്ഷൻസ് ഫ്ലോ ചെയ്യുമ്പോൾ തെറ്റാണ്ടിരിക്കാൻ വേണ്ടി മാനേജ്മെന്റ് കുറെ കൺട്രോൾസ് കൊണ്ടുവന്നു. അത് യൂഷ്വലി ഓതറൈസേഷനും അപ്രൂവൽ ആയിരിക്കാം. മേ ബി ഒരു പർച്ചേസ് ചെയ്യുമ്പോൾ ഇത്ര രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഇത്ര അപ്രൂവൽ വേണം. പിന്നെ അസറ്റ്സുകളെല്ലാം ഇടയ്ക്കിടയ്ക്കിട്ട് സേഫ് ഗാർഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കണം കൺട്രോൾസ്. ഓതറൈസേഷൻ, അപ്രൂവൽ, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടി. ഞാൻ പറഞ്ഞ പോലെ ഒരു എംപ്ലോയി തന്നെ ക്യാഷ് നോക്കാണ്ട് രണ്ടുപേരും നോക്കുമ്പോൾ തന്നെ അതൊരു കൺട്രോളായി. പിന്നെ എല്ലാത്തിനും പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ്, ഇടയ്ക്കിടയ്ക്ക് ബാങ്ക് റീക്കോ പോലത്തെ റീകൺസിലേഷൻസ്, ഇതൊക്കെ വരുമ്പോൾ കൺട്രോൾസ്. ഇതുവഴി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യപ്പെടാം. അപ്പോൾ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഈ ആക്ച്വൽ ട്രാൻസാക്ഷൻസ്, സെയിൽസ് ടു ഇതും ടെസ്റ്റ് ചെയ്യണം, ഈ കൺട്രോൾസ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. ഇതിന്റെ ഒരു കളക്റ്റീവ് ടെസ്റ്റിംഗ് ആയിരിക്കും എൻ്റെ ഓഡിറ്റ്. ഈ ട്രാൻസാക്ഷൻസ് ടെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ കൂടുതലും സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ വൗച്ചിങ്, സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുമ്പോൾ ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ്, ലൈക്ക് ഓരോരോ ട്രാൻസാക്ഷൻസ് വൗച്ച് ചെയ്യുക, അതിനാണ് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് എന്ന് പറയുക. ജസ്റ്റ് ഇതിന്റെ സെയിൽസ് ഇൻവോയ്സ് വെച്ച് കമ്പയർ ചെയ്യുക. ഓർ അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, മേ ബി ലാസ്റ്റ് ഇയറിലെ റവന്യൂ ഈ ഇയറിലെ റവന്യൂ വെച്ച് കമ്പയർ ചെയ്യുക. ഓൾമോസ്റ്റ് സെയിം ആണെങ്കിൽ അതൊരു കോൺഫിഡൻസ് ആണല്ലോ. അതിനാണ് അനാലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഒരു ഫിനാൻഷ്യൽ ഇൻഫർമേഷനും നോൺ ഫിനാൻഷ്യൽ ഇൻഫർമേഷനും, നമ്പർ ഓഫ് എംപ്ലോയീസ് കഴിഞ്ഞ കൊല്ലം എത്രയായിരുന്നു സാലറി, ഈ കൊല്ലം എത്രയാണ് നമ്പർ ഓഫ് എംപ്ലോയീസ്, അങ്ങനെയാണെങ്കിൽ എത്രയാണ് സാലറി, ഇതൊക്കെയാണ് അനാലിറ്റിക്കലി തിങ്ക് ചെയ്യണേ. ഇതൊക്കെ വെച്ച് നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് മൊത്തം സെയിൽസ് ശരിയാണോ പർച്ചേസ് ശരിയാണോ നോക്കാം. ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ കൺട്രോൾസിനെ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റിംഗ് ഓഫ് കൺട്രോൾസ്, ഇവാലുവേറ്റിംഗ് അതിന്റെ ഡിസൈൻ, അതിന്റെ ഓപ്പറേറ്റിംഗ് എഫക്റ്റീവ്നെസ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും. അറ്റ് ദ എൻഡ് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണോ തെറ്റാണോ.
എന്നിട്ട് നമ്മളൊരു ഒപ്പീനിയൻ കൊടുക്കും. ദിസ് ഈസ് ഓൾ ഓഡിറ്റ്. സോ നമ്മൾ എന്താണ് ഇൻഹെറന്റ് റിസ്ക് എന്ന് പഠിച്ചു, എന്താണ് കൺട്രോൾ റിസ്ക് എന്ന് പഠിച്ചു. ഇത് രണ്ടുകൂടി കൂടാനാണ് റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് എന്ന് പഠിച്ചു. എപ്പോഴും ഓഡിറ്റർ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റിനെ ആയിരിക്കും ഫോക്കസ് ചെയ്യണേ, റാദർ ദാൻ ജസ്റ്റ് ഫോക്കസിങ് ഓൺ ഇൻഹെറന്റ് റിസ്ക് ആൻഡ് കൺട്രോൾ റിസ്ക്. കളക്റ്റീവ്ലി ആയിരിക്കും നമ്മൾ നോക്കണേ. കാരണം ഇൻഹെറന്റ് റിസ്ക് എത്ര കൂടിയാലും കൺട്രോൾ എഫിഷ്യന്റ് ആണെങ്കിൽ അൾട്ടിമേറ്റ്ലി ഉള്ള റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്സ്റ്റേറ്റ്മെന്റ് കുറയുമല്ലോ. അപ്പോൾ ഒരു ആംഗിളിലേക്ക് നോക്കണം. ഇത് എങ്ങനെയായിരിക്കും ഓഡിറ്റർ നമ്മൾ ചെയ്യുക എന്നും കൂടി ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരാം. സോ ഇതൊരു നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ബാലൻസ് ഷീറ്റ് എടുത്തു. ഇത് നമ്മൾ തൊട്ട് മുമ്പ് എടുത്ത എക്സാമ്പിൾ തന്നെയായിരുന്നു. ഇവിടെ 3 ഏരിയാസ് നമ്മൾ ഡിവൈഡ് ചെയ്തു. എൻ്റെ അക്കൗണ്ട്സ് റിസീവബിളിന് നമ്മൾ ഇൻഹെറന്റ് റിസ്ക് ഹൈ ആയിട്ട് നോട്ട് ചെയ്തു. കാരണം റിസീവബിൾ കിങ്ഫിഷറിൻ്റെ തന്നെ കിട്ടാനുള്ള ബിക്കോസ് ഓഫ് ദാറ്റ് റിക്കവറബിലിറ്റി ഇഷ്യൂ ഭയങ്കര കൂടുതലാണ്. അവിടെ നമ്മൾ ഹൈ ഇൻഹെറന്റ് റിസ്ക് കണ്ടു. ഇൻവെന്ററി ഫ്യൂവൽ അതിൻ്റെ പേരിൽ പ്രൈസ് ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്യാം. അതിൻ്റെ പേരിൽ NRV എപ്പോഴും കൂടാൻ കുറയാൻ ചാൻസ് ഉണ്ട്. സോ അതിന് നമ്മളൊരു മീഡിയം റിസ്ക് ഉണ്ട്. ബട്ട് ലോൺ ഒരു ഇന്ത്യൻ ബാങ്കിൽ നിന്ന് അതിൻ്റെ പേരിൽ നമ്മൾ ലോ റിസ്ക് ആണ് കണ്ടേക്കുന്നത്. തെറ്റാൻ ചാൻസ് കുറവാണ്. ദിസ് ഈസ് ഇൻഹെറന്റ് റിസ്ക്. ഇനി നമ്മൾ ഇതിനെല്ലാം ഒരു ടേബിളിലേക്ക് നോട്ട് ചെയ്യും. ഒപ്പം തന്നെ കൺട്രോൾസ് ഇവാലുവേറ്റ് ചെയ്യും. സോ ആ കമ്പനി പോയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. കമ്പനിയുടെ കൺട്രോൾ എൻവയോൺമെന്റ് കാര്യങ്ങളെല്ലാം നോക്കും. കമ്പോണൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, എന്താണ് കൺട്രോൾ എൻവയോൺമെന്റ്, കമ്പനി എങ്ങനെയാണ് റിസ്കുകൾ അനലൈസ് ചെയ്യുന്നത്. കാരണം എപ്പോഴും കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തിന്റെ റെസ്പോൺസ് ആയിട്ടാണ്, റിസ്കിന്റെ റെസ്പോൺസ് ആയിട്ടാണ്. അപ്പോൾ എങ്ങനെ റിസ്ക് അസസ് ചെയ്യുന്നു, അതനുസരിച്ചിട്ട് എങ്ങനെ കൺട്രോൾ ആക്ടിവിറ്റി ഒരു മോണിറ്റർ ചെയ്യുന്നു, എങ്ങനെ കൺട്രോൾ ആക്ടിവിറ്റീസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നു, എങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് ഓരോ കൺട്രോളിനും നമ്മൾ കൺട്രോൾ റിസ്ക് കണ്ടുപിടിക്കും. ആദ്യത്തെ കേസിൽ അക്കൗണ്ട്സ് റിസീവബിളിന്റെ കേസിൽ ഇൻഹെറന്റ് റിസ്ക് വളരെ കൂടുതലാണ്. കൺട്രോൾ റിസ്ക്കും നമ്മൾ സപ്പോസ് ഹൈ ആയിട്ട് കണ്ടു. മേ ബി അവിടുത്തെ കൺട്രോൾ ഒന്നും പ്രോപ്പർ അല്ല, പ്രോപ്പറായിട്ട് അവർ ക്യാഷ് കിട്ടോ കിട്ടില്ല എന്നുള്ള ചെക്കിംഗ് ഇല്ല. വാട്ട് എവർ റീസൺസ് നമ്മുടെ കൺക്ലൂഷൻ ഹൈ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റും ഹൈ ആയി. കാരണം ദർ ഇസ് നത്തിങ് ടു പ്രിവെന്റ് ദിസ് ഇൻഹെറന്റ് മിസ്റ്റേക്മെന്റ്സ്. നെക്സ്റ്റ് വൺ ഇൻവെന്ററി. ഈവൻ ദോ ഒരു മീഡിയം റിസ്ക് കണ്ടെങ്കിലും അവിടെ കൺട്രോൾ റിസ്ക് നമ്മൾ ലോ ആയിട്ടാണ് കണ്ടത്. ബിക്കോസ് ഓഫ് ദാറ്റ് നമ്മൾ കൺട്രോൾസിന് നമ്മൾ കുറച്ച് റിലൈ ചെയ്യും. ബട്ട് അറ്റ് ദ എൻഡ് നമ്മൾ കാണുന്ന റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റും കുറവായിരിക്കും. കൺസിഡറിങ് നമ്മളിത് ടെസ്റ്റ് ചെയ്യണം. ബട്ട് സ്റ്റിൽ നമ്മൾ കാണുന്ന റിസ്ക് കൺട്രോൾ ഇൻറ്റു ഇൻഹെറന്റ് റിസ്കിന്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും. നമ്മൾ ലോ റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് കാണും. ലോണിന്റെ കേസിലും നമ്മൾ ഇൻഹെറന്റ് റിസ്ക്കും കുറവാക്കണ്ടേ. പിന്നെ കൺട്രോൾസിനെ കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കൺട്രോൾ റിസ്ക് നമ്മൾ ലോ ആയിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കളക്റ്റീവ്ലി നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള റിസ്ക് ഓഫ് മെറ്റീരിയൽ മിസ്റ്റേക്മെന്റ് അവിടെയും കുറവായിരിക്കും. സോ ദിസ് ഈസ് ഹൗ യു വിൽ ബി ഓഡിറ്റിംഗ്. ആദ്യം എല്ലാ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഓരോ ഇൻഹെറന്റ് റിസ്ക് കണ്ടുപിടിക്കും. എന്നിട്ട് അതിന്റെ കൺട്രോൾസിന്റെ ഡിസൈനും ഇംപ്ലിമെന്റേഷനെല്ലാം നോക്കിയിട്ട് കൺട്രോൾ റിസ്ക് കണ്ടുപിടിക്കും. ഹയർ ദ കൺട്രോൾ റിസ്ക് യു വിൽ നോട്ട് റിലൈ ഓൺ ദാറ്റ് കൺട്രോൾ. പകരം നിങ്ങൾ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് ആക്ച്വൽ ടെസ്റ്റിംഗ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. സപ്പോസ് നിങ്ങൾ കൺട്രോൾ റിസ്ക് കുറവാണ്, നിങ്ങൾ റിലൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറെ ടെസ്റ്റ് ചെയ്യും കൺട്രോൾസ്. കാരണം ഇതൊരു റിസ്ക് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും 100% ഗ്യാരണ്ടി ഇല്ല. നമ്മളൊരു ബേസ്ഡ് ഓൺ സം മാറ്റേഴ്സ് നമ്മൾ റിസ്ക് പറയാണ്. ആക്ച്വലി ടെസ്റ്റ് ചെയ്താലേ ആ കൺട്രോൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്യും. ഒപ്പം ബേസിക് ആയിട്ട് നമ്മൾ കുറച്ച് സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ് കുറച്ച് കാര്യങ്ങൾ ടെസ്റ്റും ചെയ്യും. സോ ദിസ് ഈസ് ഓൾ ഓഡിറ്റ്. So now let's conclude on SA 315 and SA 330. SA 315 റിസ്ക് ഐഡന്റിഫിക്കേഷൻ ആദ്യത്തെ പരിപാടി ഇൻഹെറന്റ് റിസ്ക് കണ്ടുപിടിക്കുക. അതിന് ഒപ്പം തന്നെ നമ്മൾ കൺട്രോൾ റിസ്ക്കും കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളോട് ഈ ഒരു ഏരിയയിൽ ഇതാണ് റിസ്ക് ഹൈ, അക്കൗണ്ട്സ് റിസീവബിളിന് ഹൈ, അല്ലെങ്കിൽ ഇൻവെന്ററിക്ക് ലോ. ഇത് എനിക്ക് ഈ ഐഡിയ എവിടെ നിന്ന് കിട്ടിയേ, ബേസ്ഡ് ഓൺ സം ഓഡിറ്റ് പ്രൊസീജിയേഴ്സാണ്. ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചു, ദാറ്റ് ഇസ് ഇൻക്വയറി. ഞാൻ കുറേ ഡോക്യുമെന്റ്സ് ഇൻസ്പെക്ട് ചെയ്തു, പിന്നെ കുറേ കൺട്രോൾസ് ഒബ്സർവ് ചെയ്തു, പിന്നെ ലാസ്റ്റ് ഇയർ ബാലൻസ് ഷീറ്റ് ആയിട്ട് കമ്പയർ ചെയ്തു എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതൽ വേരിയേഷൻസ് നോക്കി, അതുവഴി എവിടെയൊക്കെയാണ് ഹൈ റിസ്ക് എന്ന് നോക്കി, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. സോ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് റിസ്ക് മനസ്സിലാവുന്നത്. ഇതിനാണ് SA 315 റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഇനി റിസ്കിന് റെസ്പോൺസ് ആയിട്ട് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് പറയുന്നതാണ് SA 330. സപ്പോസ് കൺട്രോൾ റിസ്ക് ഞാൻ ഹൈ ആയിട്ട് കാണുകയാണെങ്കിൽ മേ ബി കൺട്രോൾസ് ടെസ്റ്റ് ചെയ്യാണ്ട് ഞാൻ ആക്ച്വൽ ടെസ്റ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. ഞാൻ ആ ഇൻഹെറന്റ് റിസ്കിനെ റെസ്പോൺസ് ചെയ്യാനായിട്ട് ട്രാൻസാക്ഷൻസ് ഓരോ ഇൻവോയ്സ് വെച്ച് ഞാൻ മാച്ച് ചെയ്യും. 100 ഇൻവോയ്സ് ഉള്ളെങ്കിൽ 100 ഇൻവോയ്സ് ചിലപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു തരും. കൺസിഡറിങ് കൺട്രോൾ റിസ്ക് ഇസ് ഹൈ വെർ ഐ എം നോട്ട് റിലൈങ് ഓൺ ദ കൺട്രോൾസ്. മേ ബി എൻ്റെ റെസ്പോൺസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇഫ് ദ കൺട്രോൾ റിസ്ക് ഞാൻ അസസ് ചെയ്തേക്കുന്നത് ഭയങ്കര കുറവാണെങ്കിൽ, മേ ബി ഞാൻ ആ ടെസ്റ്റ് ചെയ്ത ഏരിയയിൽ കൺട്രോൾ ഭയങ്കര എഫക്റ്റീവാണ്, അവിടെ IT എൻവയോൺമെന്റ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ കൺട്രോൾ റിസ്ക് കുറവായിട്ട് മെൻഷൻ ചെയ്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് SA 330 പ്രകാരം എൻ്റെ കൂടുതൽ ടെസ്റ്റിങ്ങും കൺട്രോൾസ് ആയിരിക്കും ടെസ്റ്റ് ചെയ്യാൻ പോണേ, ടെസ്റ്റ് ഓഫ് കൺട്രോൾസ്. സോ എപ്പോഴും SA 315 നമ്മൾ എങ്ങനെ റിസ്ക് അഡ്രസ് ചെയ്യുന്നു, എങ്ങനെ റിസ്കിനെ നോട്ട് ചെയ്യുന്നു, അതിന് റെസ്പോൺസീവ് ആയിട്ടായിരിക്കും SA 330 ടെസ്റ്റിംഗ് തന്നെ. ഹയർ ദ കൺട്രോൾ റിസ്ക് യു ഐഡന്റിഫൈ,
lower the test of control you do but higher the substantive procedures. ആക്ച്വൽ ടെസ്റ്റിംഗ് ആയിരിക്കും അവിടെ കൂടുതൽ ചെയ്യുന്നത്. യൂഷ്വലി ഓഡിയതിൽ കാണാറുള്ളത് ഇൻഹെറിറ്റ് റിസ്ക് ഉണ്ടാവും, കൺട്രോൾ റിസ്ക് കുറച്ചുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിന്റെ കോമ്പിനേഷൻ ടെസ്റ്റ് ഓഫ് കൺട്രോൾസും ചെയ്യും, ഒപ്പം തന്നെ കുറെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സും ചെയ്യും. സോ റിസ്ക് അസസ്മെന്റ് ആൻഡ് ഫർദർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്, ഇൻക്വയറി, ഇൻസ്പെക്ഷൻ, അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്, ഒബ്സർവേഷൻ ഒക്കെയാണ് റിസ്ക് അസസ്മെന്റ് പ്രൊസീജിയേഴ്സ് തന്നെ. റെസ്പോൺസീവ് ആയിട്ട് നമ്മൾ ആക്ച്വൽ ടെസ്റ്റിംഗ് ചെയ്യും. കൺട്രോൾസിൽ നമ്മൾ റിലൈ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മേ ബി കൺട്രോൾ റിസ്ക് കുറവാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ഓഫ് കൺട്രോൾസ് ചെയ്യും. കാരണം അത് മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്ത കൺട്രോൾസ്. അവർ പറഞ്ഞ ഇൻക്വയറി, ഒബ്സർവേഷൻ, ഇതിന്റെയൊക്കെ ഒരു ബേസിസിലാണ് ഞാൻ ഈ കൺട്രോൾ റിസ്കിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് എത്തിക്കണേ. അത് തെറ്റാം. അതിന്റെ പേരിൽ അതൊന്ന് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ആക്ച്വലി ടെസ്റ്റ് ചെയ്യും. ദെൻ കുറെ സബ്സ്റ്റാൻറ്റീവ് പ്രൊസീജിയേഴ്സ്, അതായത് ആക്ച്വൽ ഇൻവോയ്സ് വെച്ച് ടെസ്റ്റ് ചെയ്യുക, അതിന് ടെസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ്, പിന്നെ സബ്സ്റ്റാൻറ്റീവ് അനലിറ്റിക്കൽ പ്രൊസീജിയേഴ്സ്. ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ കൊടുക്കും. ഇത് എന്ത് കോമ്പിനേഷൻ വേണമെന്ന് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ റിസ്ക് അസസ്മെന്റ്. സോ ദിസ് ഈസ് ദ എൻ്റയർ ഓഡിറ്റ്. നമ്മൾ ഈ ഒരു സെഷനിൽ കൂടുതലും കവർ ചെയ്തേക്കുന്നത് മെയിൻ ക്രക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ ഏത് സിലബസ്, ഈ ഇന്റർമീഡിയറ്റ് ആണെങ്കിൽ 3rd ചാപ്റ്റർ എന്നിട്ട് നിങ്ങൾ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ എൻ്റയർ കൺസെപ്റ്റിനെ ഫോളോ ആയിട്ടാണ് ആ ചാപ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തേക്കണേ. കൺട്രോൾസിനെ കുറിച്ച് ഒരു പോർഷൻ ഉണ്ട്. എന്താണ് കൺട്രോൾസ്, കൺട്രോൾസിന്റെ ഗുണം, ദോഷം, ബേസിക് ആയിട്ട് എങ്ങനെ കൺട്രോൾ ഡിസൈൻ അടിപൊളിയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അവിടെ നമ്മളെ കൺട്രോൾ കമ്പോണൻസ് പഠിക്കണം, അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ എപ്പോഴും പുതിയ ലോകത്തിലേക്ക് വരുമ്പോൾ IT ഭയങ്കരമായിട്ട് ഇൻവോൾവ്മെന്റ് ചെയ്യുന്നത്, അപ്പോൾ IT റിലേറ്റഡ് കൺട്രോൾസ് പഠിപ്പിക്കുന്നു. ഇങ്ങനെ വേണം നിങ്ങൾ ആ ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യാനായിട്ട്. കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം അത് പഠിക്കാൻ. എന്നാലും നിങ്ങൾക്ക് അത് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഓഡിറ്റ് കാണാപ്പാടം പഠിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. മോറോവർ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിരിക്കും ബാക്കിയുള്ള എല്ലാ ചാപ്റ്ററിലേക്കും വരുന്നത്. നിങ്ങൾ അവിടെ ചില ഏരിയയിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അർത്ഥം നിങ്ങൾക്ക് ഇതിന്റെ ഒരു ബേസിക്സ് സ്ട്രോങ് ആയിട്ടുള്ള. സോ ഇത് മനസ്സിലാക്കിയിട്ട് ഇനി നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. സെയിം അപ്ലൈസ് ടു CPA ഓർ ACCA, ബിക്കോസ് സെയിം കൺസെപ്റ്റിന് അവിടെ തന്നെ. ഇവിടെ ഞാൻ SA എന്ന് പറയുന്നതിന് പകരം ISA ആവുന്നേ ഉള്ളൂ. ബാക്കി എവരിത്തിങ് റിമൈൻ സെയിംസ്.